പിതാക്കന്മാർ, അനേക വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിസ്ഥിതിയുടെ പരിമളം വീശുന്ന ഈ ദ്വീപിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിവരുന്ന പരിസ്ഥിതി സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. സൃഷ്ടാവായ ദൈവത്തോടുള്ള സൃഷ്ടിയുടെ പ്രതികരണമാണ് ആരാധന. ആരാധനയിൽ സർവ്വചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ തൻ്റെ സമസൃഷ്ടികളെ മറന്ന്, അഥവാ സമസൃഷ്ടികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുമ്പോൾ അത് പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി സഭാവിശ്വാസികൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സഭ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ആത്മീയ പ്രസ്ഥാനമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ഇക്കോളജിക്കൽ കമ്മീഷൻ. കമ്മീഷൻ നേതൃത്വം നൽകി നടത്തുന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഒന്നാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ സമ്മേളനം. സമയചുരുക്കം വളരെ ആവശ്യമായിട്ടുള്ള ഒരു സമ്മേളനമായതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇക്കോളജിക്കൽ കമ്മീഷൻ്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലിമിസ് തിരുമനസ്സുകൊണ്ടാണ്. തുമ്പോൺ ഭദ്രാസന അധിപനായിരിക്കുന്ന അഭിമന്യ തിരുമനസ് ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹി തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിലെ ശില്പിയും ജീവനാഡിയുമായ അഭിമന്യ തിരുമനസ് പ്രകൃതി സ്നേഹം ദൈവ ആരാധനയായിട്ട് കരുതുമ്പോൾ നിർമ്മല മനസ്സിന്റെ ഉടമയായ അഭിമന്യ തിരുമനസ്സിനെ ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ മലങ്കര സഭയിലെ മഹാഗുരുവായ തമ്മിയ ഡോക്ടർ കെ.എം. ജോർജ് അച്ഛനാണ്. പൗരസ്ത്യ വേദശാസ്ത്ര പണ്ഡിതൻ, പരിസ്ഥിതി ദൈവശാസ്ത്രത്തിൽ മലങ്കര സഭയുടെ ശബ്ദം, കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പാൾ എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്ന അന്നേ അച്ഛൻ ദൈവാരാധനയെ പരിസ്ഥിതിയിലൂടെ ബന്ധിപ്പിക്കുമ്പോൾ അതൊരു പക്ഷെങ്കിൽ ഒറ്റപ്പെട്ട ശബ്ദമായി മാറിയിരുന്നുവെങ്കിലും വളരെയേറെ മാറ്റങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇക്കോളജിക്കൽ കമ്മീഷന്റെ ഉപദേശക സമിതി അംഗം കൂടിയായിരിക്കുന്ന അന്നേ അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥി CSC സഭ സിനഡ് ഇക്കോളജിക്കൽ കമ്മീഷന്റെ കൺവീനർ ആയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജോർജ് കോശി പുന്നക്കാട്, മാത്യു കോശി പുന്നക്കാട് സാറാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ CSI സഭയുടെ പരിസ്ഥിതിയെ പറ്റിയുള്ള പഠനങ്ങൾ വളരെ വ്യക്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ മാത്യു കോശി സാറാണ് എന്നതിൽ വളരെ സന്തോഷിക്കുന്നു. സാറിനെ തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് നമുക്ക് ലഭിച്ചതിൽ അല്പമായ സന്തോഷമുണ്ട്. സാറിനെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് ഭദ്രാസനത്തിൻ്റെ അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സാണ്. സഭയുടെ മിഷൻ ബോർഡ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന അഭിമന്യ തിരുമനസ് പരിസ്ഥിതിയുടെ സംരക്ഷണം ഒരു മിഷനായി തന്നെ കരുതിക്കൊണ്ട് മലങ്കര സഭയിലെ ഇക്കോളജിക്കൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ഭദ്രാസനമാണ് നിർണം ഭദ്രാസനം. അഭിമന്യ തിരുമനസിനെ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി വരികയും ഈ സമ്മേളനത്തിന് അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള അഭിമന്യ തിരുമനസിനെ വളരെ സന്തോഷത്തോടുകൂടി പ്രസ്ഥാനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൽക്കട്ട ഭദ്രാസന അധിപനായിരിക്കുന്ന ഡോക്ടർ ജോസഫ് മാർ ദിവനാസിസ് തിരുമനസ്സുകൊണ്ടാണ്. പരിസ്ഥിതി ശാസ്ത്രം തൻ്റെ പഠനത്തിലും അധ്യാപനത്തിലും കാണിച്ചിട്ടുള്ള ആ വന്യപിതാവ് മലങ്കര സഭയിലെ എക്കോ സ്പിരിച്വാലിറ്റിയുടെ അറിയപ്പെട്ട ശബ്ദമാണ്. അഭിമന്യ തിരുമനസിനെയും ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ഈ സമ്മേളനത്തിൻ്റെ സംഘാടകൻ പരുമല സെമിനാരി മാനേജർ കൂടിയായിരിക്കുന്ന അഭിമന്യ MC കുര്യാക്കോസ് അച്ഛനാണ്. കൃഷിയും പരിസ്ഥിതിയും ഒക്കെ സ്നേഹിക്കുന്ന അച്ഛൻ പരുമലയിലേക്ക് വന്നപ്പോൾ പരുമലയുടെ പരിസ്ഥിതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങലും നൽകിയിട്ടുള്ള അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക് അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ആശംസ പ്രസംഗങ്ങൾ നടത്തുന്നത് മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന അന്നിക്കോറപ്പിസ്കോപ്പ അച്ഛനും അതേപോലെ തന്നെ ഭരണഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന വർഗീസ് ജോൺ അച്ഛനുമാണ്. അവർ രണ്ടുപേരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ല എങ്കിലും കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് ബോഷി സാറ് ഇന്ന് വരുവാൻ കഴിയാതിരുന്നത്. സാറാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വേണ്ടതായ നേതൃത്വം പ്രസ്ഥാനത്തിന് കൊടുത്തിരുന്നത് എന്ന് നമ്മോട് സ്മരിക്കുന്നു. സാറിൻ്റെ അസാന്നിധ്യത്തിലും സാറിനെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ബിനോയ് പി തോമസ് സാർ, ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഭരണഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ഷാജി സി പോൾ സാർ, ഡോക്ടർ ഷിബു പി വർഗീസ് സാർ തുടങ്ങിയവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഈ സെമിനാറിനോടനുബന്ധിച്ച് ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രദർശനം ഇവിടെ നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് ഈ സാധനങ്ങളൊക്കെയും ഇവിടെ എത്തിക്കുകയും ഇതിന് വേണ്ടതായ നേതൃത്വങ്ങളൊക്കെയും കൊടുത്തിട്ടുള്ളത് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ലാലാദാസ് സാറാണ്. സാറ് സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും സാറിൻ്റെ വിശുദ്ധമായ ആ സേവനമാണ് ഇത്രയും മനോഹരമായ ഒരു പ്രദർശനം ഇവിടെ നടത്തുവാനായിട്ട് കഴിഞ്ഞത്. അതിൽ സാറിനെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള അടൂർ റോഷൻ എബ്രഹാം, ജിജിൻ ജെ സ്മിത്ത് എന്നിവർ രണ്ടുപേരും പുറകിലിരിപ്പുണ്ട്. അവരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നത്. അവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. ഇവിടെ ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുവാനായി കടന്നു വന്നിട്ടുള്ള വിവിധ ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളുണ്ട്. അതേപോലെ തന്നെ പരുമല സ്കൂൾ ഓഫ് കോളേജ് ഓഫ് നേഴ്സിംഗിൽ നിന്നുള്ള സ്റ്റുഡൻസ്, അതേപോലെ പരുമല സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നുള്ള സ്റ്റുഡൻസ് എന്നിവരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ പ്രസിഡന്റും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസന അധിപനുമായ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്തെ ആദരവോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്തു. വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാരായ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിനാശേഷിക്കുന്നതിനും അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റത്തിനുവേണ്ടി ഇന്ന് ഈ മഹൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ വേദശാസ്ത്ര ശ്രേഷ്ഠനായിരിക്കുന്ന അഭിമന്യ ജോർജൻ, ഈ പരിസ്ഥിതി സെക്രട്ടറി പ്രവർത്തനൻ ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകുന്ന രത്നാഥി ടീച്ചറുകൾ, മറ്റ് വേദിയിൽ വീഴ്ചയിലാക്കുന്ന കോർപ്പിസ്കപ്പ അച്ഛൻ, മറ്റ് വൈദിക സിസ്റ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, സഹോദര സഹപ്രവർത്തകർ, പ്രിയ വിദ്യാർത്ഥികളെ വന്നുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും എൻ്റെ സ്നേഹമെന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ ഇന്നും നിൽക്കുന്നത്. ഇത് പരിസ്ഥിതിയുടെ ചുമതല ഏറ്റത് മുതൽ പരിശുദ്ധ പരിമൽച്ചെരുമയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു ദിവസം ഇങ്ങനെയൊരു സെമിനാർ നടത്തുന്നു എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ ഓരോ ആളുകളെ സംബന്ധിക്കുന്നുള്ളൂ എങ്കിലും ഇത് ഇവിടെ നടത്തുന്നതിന് അനുവദിക്കുന്ന ഭരണ മാനേജർമാർ പ്രത്യേകമായിട്ട് അനുവദിക്കുന്നു. ഇന്ന് മാനേജരായിട്ടിരിക്കുന്ന ശ്രീ കുര്യാക്കോസത്തിനെ
പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ അനുമോദിക്കുന്നു. ഈ പരുമലയും പരിസരവും ഇന്ന് കാണുന്നത് പോലെ അല്ലായിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഒരു 55-60 വർഷത്തെ പരിചയമുണ്ടാകും പരുമല. കാരണം അവിടെ നടക്കാനും ഒക്കെയുള്ള കഴിവായത് മുതൽ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വന്ന് ഇവിടെ ആരാധനയെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട് ഇവിടെ നിന്നാണ് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് പ്രത്യേകാവിനടുത്ത്. ഒരു SSLC ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഇവിടെ നടന്നു വന്ന് ഇവിടുത്തെ 5 മണിക്ക് നടന്നാലൊരു 3 മണിക്കൂർ നടന്നാൽ പരുമല വരെ. ഈ പള്ളിയല്ല, ഇതുപോലെയുള്ള കെട്ടിടങ്ങളോ ഒന്നും ഇല്ല. ആ പഴയ പള്ളി നിങ്ങൾ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലായിട്ടാണ് ആശുപത്രിയിലെ ചാപ്പൽ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ ഒരു പ്രത്യേകതയും നമുക്ക് മനസ്സിലാകും. ആ പള്ളി നിൽക്കുന്നതിന് പരിസരം എല്ലാം വിശാലമായിരുന്ന മണൽ തരികളായിരുന്നു. ഇന്ന് ആ മണലൊന്നും അങ്ങനെ കാണാനില്ല. എല്ലാം ടൈൽസൊക്കെ ഇട്ട് ഇങ്ങനെ ഭംഗിയാക്കിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ അത് പരിസ്ഥിതി സൗഹൃദമാണെന്ന് സമ്മതിക്കാനൊക്കത്തില്ല. ഒരിക്കൽ പ്രസിദ്ധനായ വാഗ്മിയായ സുലൈമാൻ അഴീക്കോട് സംസാരിച്ചു. പരിശുദ്ധ പരുമലത്തിനുവേണ്ടിയുടെ പാദസ്പർശമേറ്റ മണ്ണിൽ ഒന്ന് നമുക്ക് ചവിട്ടണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വൃത്തിയില്ല. അതെല്ലാം ഇങ്ങനെ സിമെൻറ്റ് കട്ടകളിട്ട് മൂടിക്കഴിഞ്ഞു. ആ മണ്ണിൻ്റെ പരിശുദ്ധിയും ആ മണ്ണിൻ്റെ ആ പരിമളവും ഒന്നും നമുക്കിന്ന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അത് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന ആ രീതി കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണെന്നുള്ളൊരു സംശയമില്ല. എന്തായാലും എൻ്റെ ബാല്യകാല സ്മരണ ഞാൻ ഓർക്കുകയാണ്. അന്ന് ആ പള്ളിയിൽ വന്ന് ആരാധനയെ സംബന്ധിക്കുന്നത് അന്ന് ഇത്രയും ശബ്ദകോലാഹലവുമില്ല. അന്ന് മൈക്കൊക്കെ എന്ന് പറഞ്ഞൊരു അപൂർവ വസ്തുവാണ്. സാധാരണ ആളുകൾ വന്ന് പള്ളിയിൽ കൂടി വന്ന് ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ അതൊന്നും ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ ക്രമീകരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒത്തിരിയേറെ സന്തോഷമാണ്. ഇതിൻ്റെ പിമ്പിൽ അനേകം പ്രവർത്തിക്കുന്നത് എല്ലാ ഭദ്രാസനങ്ങളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് നിരണം ഭദ്രാസനം അതിന് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അഭ്യോന്യ യുഹാന ശാസ്ത്രമസ്തുവിനെ പ്രവർത്തകരെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ നടത്തുന്നതെന്നൊക്കെ എന്നോട് തന്നെ പല സഹപ്രവർത്തകരും വൈദികരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അവിടെ വലിയ മറുപടിയൊന്നും ഞാൻ പറയാറില്ല. അച്ഛനെ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ സഹോദരന് കഴിയുമെങ്കിൽ ഒന്ന് വന്ന് സംബന്ധിക്കുക. എന്തെങ്കിലും ഒരാശയം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് വലിയ കാര്യം. ആ ആശയം പള്ളികളിലോ ഭവനങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നെങ്കിൽ അതും വലിയ കാര്യം തന്നെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അവഹേളിക്കുന്ന രീതിയിലോ വിമർശിക്കുന്ന രീതിയിലോ സംസാരിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഈ ഭൂമി എത്ര സുന്ദരമാണ്. ആ സൗന്ദര്യം ആസ്വദിക്കാൻ ദൈവം നമുക്കൊരു ആയുസ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ദീർഘായുസ് ലഭിക്കുന്നവരാ, ചിലപ്പോൾ ചുരുങ്ങിയ ആയുസ് ലഭിക്കുന്നവരാ. ഈ ഭൂമിയുടെ സൗന്ദര്യം അനുഭവിക്കുവാൻ നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. വലിയ നൽവരം തന്നെയാണെന്നുള്ളത് സംശയമില്ല. ഇനി നമുക്ക് തന്നെ ഇപ്പോൾ ചെരുപ്പിടാത്തവരാരും കാണത്തില്ല. നമ്മളിലാരും ചെരുപ്പിടാതെ നടക്കുന്നത് കാല് നോവുമെന്ന് പരിഭവിക്കുന്നവരുമായിരിക്കാം. പക്ഷേ ചെരുപ്പിടാതെ ഒന്ന് നടന്ന് നോക്കിയാൽ ശരീരത്തിന് ആരോഗ്യത്തിന് അതെത്ര ആവശ്യമാണെന്നും കൂടി പണ്ടുള്ള ആളുകളാരും ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ലല്ലോ. അവരുടെ കാലിൽ പല പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ കഴമ്പ് വന്നു കഴിഞ്ഞാൽ മുള്ളുകൊണ്ടാലും യേശുവില്ലായിരുന്നു. അങ്ങനെ ഉള്ള ഒരു മണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്. പ്രകൃതി ചികിത്സയെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വിഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നൊരു സംശയമില്ല.
എത്രയോ മണ്ണാകുന്നു എന്നുള്ളതും ഇനി മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം ദൈവം ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവൻ്റെ മുക്കിൽ ജീവശ്വാസം ഊതിക്കൊടുത്തപ്പോൾ ഇത്രയും വിവേകമുള്ളവരും ഇത്രയും സൗന്ദര്യമുള്ളവരും ഇത്രയും ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ഒക്കെ ആയിത്തീർന്നെന്നുള്ളത് ചിന്തിച്ച് നോക്കുക. എത്രയോ അനുഗ്രഹകരമായൊരു അവസ്ഥയാണ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ പരമത്തിരുമേനിയുടെ ഈ പരിസ്ഥിതി ബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഗവേഷണം തന്നെ നടത്തേണ്ടതാണ്. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെയൊക്കെ ആ കാലങ്ങളിൽ ഈ മണ്ണുമായി മനുഷ്യരെത്രയോ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരു കാർഷിക സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്, പക്ഷെ അത് സാവകാശത്തിൽ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അവിടെ പുസ്തകങ്ങൾ പ്രദർശിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ തമ്പി എന്നോട് ചോദിച്ചു, തിരുമേനിക്ക് ഇതൊക്കെ വായിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അല്പസമയം നിന്ന് അതിൻ്റെ ബ്രോഷറെല്ലാം എടുത്തു. എന്നോട് ചോദിച്ചു, എനിക്ക് വായിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിന് സമയം ഉണ്ടെന്ന്. അപ്പോൾ അത് താല്പര്യമുണ്ടെന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അവരതവിടെ ക്രമീകരിച്ചിരിക്കുന്നില്ല. അവരിത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചിവിടെ വന്ന് ഇത് പ്രവർത്തിക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ സന്തോഷത്തോടുകൂടി അനുമോദിക്കുന്നു. പല ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം, 2 വാക്യം ഒന്ന് വായിച്ചു കൊടുക്കുക. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു, അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. മലകളെ നനയ്ക്കുന്നു, ഭൂമിക്കതിൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുത്തുന്നു. 104-ാം സങ്കീർത്തനത്തിലെ 11, 13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു, അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. മലകളെ നനയ്ക്കുന്നു, ഭൂമിക്ക് അതിൻ്റെ പ്രവർത്തികളുടെ ഫലത്താൽ തൃപ്തി വരുത്തുന്നു. ഈ സങ്കീർത്തനം പലതും വായിക്കുമ്പോൾ ഇത്ര കാവ്യാത്മകമായിട്ട് ഇത്ര സുന്ദരമായിട്ട് അത് വിവരിക്കുന്നു മനസ്സിലാകും. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തോട്ട് അവൻ്റെ കൈവേലയെ കാണിക്കുന്നു, പകൽ വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ അത്ര സുന്ദരമായ ഒരു അവതരണമാണ് അവിടെ നമുക്ക് മനസ്സിലാകും. ഈ വെള്ളത്തിൻ്റെ പ്രയോജനവും അല്ലെങ്കിൽ വെള്ളം നമുക്ക് എത്ര അനിവാര്യമാണ്, നമുക്കും എത്ര നാൾ പഠിച്ചാലും മനസ്സിലാകില്ല, അല്ലെങ്കിൽ ഭക്ഷിക്കൂടെ നമുക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഒരു ആശയം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭൂമിയിലെ വെള്ളം ഇപ്പോൾ എത്ര ശതമാനം കുടിക്കാൻ യോഗ്യമാണ് എന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കും, അത്ഭുതപ്പെടും. ഒരപകട ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരിസ്ഥിതി വിദഗ്ധൻ, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറയുന്നതാണ്, ഈ ഭൂമിയിലെ വെള്ളമെല്ലാം കൊള്ളുന്ന ഒരു ബക്കറ്റ്, ഒരു തൊട്ടി എന്ന് വിചാരിക്കുക. ആ ഭൂമിയിലെ വെള്ളം മുഴുവൻ ഒരു തൊട്ടിയിൽ ആക്കിയിട്ട് ഒരു അണിവരെ അതിനകത്തോട്ട് മുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളമെങ്കിലും നമ്മുടെ അണിവരിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഈ ലോകത്ത് ഭൂമിയിലുള്ള വെള്ളത്തിൻ്റെ അത്രയും അംശം മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു അപകട ഭീതി നമ്മുടെ മനസ്സിലുണ്ടാകും. ഇന്ന് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം വളരെ കുറവാണ്. മനോരമയും
നന്മയാണ് പ്രധാനമായിട്ട് അതിലൊരു പ്രവൃത്തി ചെയ്തത്. അതായത് ഒരു ശുദ്ധജലം എന്തുമാത്രം ഉണ്ടെന്ന് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തിലും ആലപ്പുഴയിലും പാലായിലും പത്തനംതിട്ടയിലും ഉള്ള കിണറുകളെല്ലാം പരിശോധിച്ച് എത്ര ശതമാനത്തിൽ കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളം ഉണ്ടെന്നുള്ളത് പരിശോധിച്ചപ്പോഴും ഇത് തന്നെയാണ്. 1% അല്ലെങ്കിൽ 5% മാത്രമേ ഉള്ളൂ കുടിക്കാൻ കൊള്ളാവുന്ന ശുദ്ധജലമടങ്ങിയ കിണറുകൾ അല്ലെങ്കിൽ അതിൽ സോഴ്സസ്. ഇനിയും പമ്പാ നദി നമ്മുടെ ദൈവത്തിലൂടെ ഒഴുകുന്ന നദിയാണ്. 18,000 വർഷം മുൻപ് മുതൽ ഒഴുകി തുടങ്ങിയെന്നാണ് ഭൂമിശാസ്ത്രം പറയുന്നത്. അതൊരു സത്യമായിരിക്കാം. നമ്മൾ അത്രയും അങ്ങോട്ട് പുറകോട്ട് പഠിക്കാൻ തക്കവണ്ണം കഴിയുന്നില്ല. എങ്കിലും ഭൂമിശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പമ്പാ നദി ഒഴുകാൻ തുടങ്ങിയിട്ട് 18,000 വർഷമായി. 18,000 വർഷം ഉത്ഭവിച്ച കാലം മുതൽ ഇത് എത്ര ശുദ്ധജലം കൊടുത്തിരുന്നു, ഇപ്പോൾ എത്ര ശതമാനം അത് കൊടുക്കുന്നു എന്നൊക്കെ പഠിച്ചാൽ അതും ഒരു വലിയ അത്ഭുത അറിവായിരിക്കും. ഞാൻ പമ്പയുടെ ഉത്ഭവസ്ഥാനം വരെ പോയിട്ടില്ലെങ്കിലും അസൽ പമ്പ ഒഴുകുന്ന സ്ഥലത്ത് എനിക്കൊരു ചെറിയ സ്ഥാപനമുണ്ട്, വെച്ചുത്തറ എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ഒറിജിനൽ പമ്പ ഒഴുകി ഇങ്ങോട്ട് വന്ന പാറക്കെട്ടുകൾ ഇങ്ങനെ തട്ടി മുട്ടി ശബ്ദം ഉയർത്തുന്ന ഒരു സംഗീതം തന്നെ അവിടെ കേൾക്കാം. പെരുന്തനരി എന്ന് പറയുന്ന സ്ഥലമാണ്. അതൊരു 35 വർഷം മുമ്പ് ഞാൻ അവിടെ ഒരു ചെറിയ താമസ സൗകര്യം ഉണ്ടാക്കി. ഞാനവിടെ പള്ളി ചുമതല ഉണ്ടായിരുന്നുകൊണ്ട് ഞാനവിടെ ചെന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി. പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ്. നല്ല അരുവി ഇങ്ങനെ സുന്ദരമായി ഒഴുകുന്നു. അതിൻ്റെ അടുത്തൊരു അല്പം സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരാളിനോട് പറഞ്ഞു 10 സെൻറ്റ് സ്ഥലമെങ്കിലും സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു 33 സെൻറ്റ് സ്ഥലം ശരിയാക്കി തന്നു. അവിടെ ഒരു ചെറിയ ആശ്രമം പോലെയാണ് പണിത്. പക്ഷേ ആശ്രമത്തിൽ താമസിക്കാൻ തക്കവണ്ണം അല്ല ദൈവം എന്നെ അന്ന് ഉദ്ദേശിച്ചിരുന്നത്. എന്നെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് വിട്ടത്. തിരിച്ചിപ്പോൾ വന്നപ്പോൾ എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവിടെ താമസിക്കുന്ന പാവപ്പെട്ട 40 ആരുമില്ലാത്ത അനാഥരാണ്. അവിടെ വല്ലപ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ പണ്ട് ഞാൻ അവിടെ അങ്ങനെ പോയി ഇരിക്കുവാനും ഈ അരുവിയുടെ സംഗീതം കേൾക്കാമായിരുന്നു. നല്ല സുന്ദരമായ രാത്രിയിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അരുവി ഇങ്ങനെ പാട്ട് പാടുന്നത് വളരെ ഹൃദ്യമായ സംഗീതം കേൾക്കാമായിരുന്നു. ഇപ്പോഴും സംഗീതമുണ്ട്, പക്ഷേ നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത നമ്മുടെ ശബ്ദങ്ങൾ അപശബ്ദങ്ങളെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ആ സംഗീതം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ഗ്രഹങ്ങൾക്കെല്ലാം ഒരു സംഗീതം ഉണ്ടെന്നാണ് വേറൊരു ശാസ്ത്രം, മ്യൂസിക് ഓഫ് ദ പ്ലാനറ്റ്സ്. ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സംഗീതം പാടിക്കൊണ്ടാണ് ഇങ്ങനെ അയനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. വെള്ളത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്. ഈ പമ്പാ നദി 18,000 വർഷം മുമ്പ് ഒഴുകി നല്ല ശുദ്ധജലം കൊടുത്തിട്ട് കുളിക്കാനും കുടിക്കാനും കൊള്ളാവുന്നതാണ്. പക്ഷേ ഇന്ന് കുളിക്കാനും കൊള്ളത്തില്ല, കുടിക്കാനും കൊള്ളത്തില്ല. എനിക്ക് ഒരു മനസ്സിലൊരു പരീക്ഷണം നടത്തണം, ഒരു എക്സ്പെരിമെൻ്റ് നടത്തണമെന്നുണ്ട്. അതിനിപ്പോഴത്തെ ദിവസമില്ല. കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്താണ് കുട്ടികളെ കൊണ്ടൊക്കെ അത് നടത്താമായിരുന്നു. എല്ലാ ദിവസവും പമ്പാ നദിയിലെ വെള്ളം ഒരു കുപ്പി വീതം ശേഖരിക്കുക. ഇന്ന് ഒഴുകുന്ന വെള്ളം അല്ലല്ലോ നാളെ ഒഴുകുന്നത്, നാളെ ഒഴുകുന്ന വെള്ളവും മറ്റന്നാൾ ഒഴുകുന്ന വെള്ളവും ഇങ്ങനെ ദിവസങ്ങളുള്ള 365 ദിവസം ഇങ്ങനെ ഈ വെള്ളം ഒന്ന് ശേഖരിച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ദിവസത്തേത് കുടിക്കാനോ കുളിക്കാനോ കൊള്ളാമോ എന്ന് ഒന്ന് പരീക്ഷിക്കാനായിട്ടാണ്, ഒരു പരീക്ഷണം നടത്താനായിട്ടാണ്. ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ ഈ പരിസ്ഥിതിയുടെ ഒരു പ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ പല പല പ്രോജക്ട്സുകൾ ഇങ്ങനെ നടത്തുന്ന കൂട്ടത്തിൽ ഇതും അങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തായാലും ഇതുപോലെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചെന്നത് വലിയ കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട മാനേജത്തിന് ഞാൻ അനുമോദിക്കുന്നു. അച്ഛൻ്റെ വലിയ പരിസ്ഥിതി സ്നേഹിയാണ്. അച്ഛന് പഴശ്ശിനാൽ താമസിച്ചപ്പോഴും ഇപ്പോഴും എത്രയും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കണമെന്നുണ്ട്. ഇന്ന് നമ്മളാരും അത്രയും പരിസ്ഥിതി സൗഹൃദം പുലർത്തുന്നില്ല. പരിസ്ഥിതിയുള്ള വസ്തുക്കളോട് നമുക്ക് സ്നേഹമില്ലാതെ പോകുന്നു. കിളികളെ ആയാലും ചെടികളോടായാലും നമുക്ക് ഒരു സമീപനം നന്നായിരിക്കും. പരിശുദ്ധ പരിമലത്തിന്മേൽ ഈ ജന്തുക്കളെയും ജീവികളെയും
സസ്യങ്ങളെയും ഒക്കെ എത്രയേറെ സ്നേഹിച്ചിരുന്നു. അത് ആ പരിസ്ഥിതി, അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി ഈ സ്വഭാവം ഇങ്ങനെ പ്രചരിപ്പിക്കത്തക്കവണ്ണം ഒരു സംഘടന തന്നെയുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ അതിൻ്റെ പരിപാടിയിൽ തൈകൾ വയ്ക്കുന്നതിന് ചില പള്ളികളിൽ എനിക്ക് അവസരം ലഭിച്ചു. ഹരിപ്പാടൊരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ പരിശുദ്ധ വല്ലഭൻ സിനിമയുടെ പരിസ്ഥിതി പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തെങ്ങും തൈ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ തെങ്ങ് കായ്ച്ചതിൽ നിന്ന് കരിക്ക് കൊണ്ട് എനിക്ക് തന്നപ്പോൾ അതിൻ്റെ മധുരം വളരെ കൂടുതലായിരുന്നു. ഞാൻ പരിശുദ്ധ വല്ലഭൻ നാമത്തിൽ വെച്ച തെങ്ങിൽ നിന്ന് ഒരു കരിക്ക് കുടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രവർത്തന രീതി ആയിരിക്കട്ടെ. ഞാൻ അങ്ങനെ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു 35-40 വർഷം മുമ്പ് കൊടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത്, അത് വനത്തിനടുത്താണ്, ഞാൻ ആ പള്ളി നടത്താൻ ചെന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ തെങ്ങൊക്കെ സമൃദ്ധമായിട്ടുണ്ട്. എൻ്റെ വീട് കോയിപ്പുറത്തിലാണ്, തയ്യാവനക്കരയാണ്. അന്ന് തെങ്ങും തൈ കൊണ്ടുപോയി, ചെറിയ മുളച്ച തെങ്ങും തൈ കൊണ്ടുപോയി 3 തെങ്ങും തൈയൊക്കെ കൊടപ്പന പള്ളിയുടെ പരിസരത്ത് വെച്ചിരുന്നു. അത് വെച്ചിട്ട് 2 വർഷം കഴിയുമ്പോൾ ഞാൻ പള്ളിയിൽ സ്ഥലം മാറിപ്പോയി. പിന്നെ വളരെ അപൂർവമായിട്ട് അവിടെ പോയിട്ടുള്ളൂ. പക്ഷേ ഞാൻ 1990 എത്രാച്ചനായി കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ തന്നെ അവർ സ്വീകരിച്ചപ്പോൾ ആ തെങ്ങിൽ ഒരെണ്ണം ആന കൊണ്ടുപോയി. ആന വളർന്നു വന്നപ്പോൾ തെങ്ങ് പിഴുതു ആനയാണ് തിന്നു. ബാക്കി 2 എണ്ണം വളർന്നു വലിയ തെങ്ങായിട്ടുണ്ട്. അപ്പോൾ അതിലെ കരിക്കും പിടിച്ചപ്പോൾ അതിന് കൂടുതൽ മധുരം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ പരിസരവും ഈ പരിമലയെന്നല്ല, നമ്മുടെ വീടിൻ്റെ പരിസരവും നമ്മുടെ പള്ളികളുടെ പരിസരവും എത്രയും പരിസ്ഥിതി സൗഹൃദമാക്കുവാൻ തക്കവണ്ണം ഒരു വ്രതം തന്നെ നമുക്ക് ആവശ്യമാണ്. ഒരു നിഷ്ഠയോടുകൂടി എല്ലാ വർഷവും ഇങ്ങനെ തെങ്ങും തൈയോ മറ്റ് മരങ്ങളോ വയ്ക്കുന്നത് നമുക്ക് ഏറെ പരിസ്ഥിതി സൗഹൃദം വളർത്താൻ സാധിക്കും, അനുഭവം ലഭിക്കും എന്നുള്ളതാണ്. മരങ്ങൾ വയ്ക്കുന്നതിനും എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ വലിയപ്പച്ചനും അപ്പനും ഒക്കെ അങ്ങനെ സാധാരണ കാർഷിക സംസ്കാരത്തിൽ പെട്ടവരായതുകൊണ്ട് എന്നെക്കൊണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മരങ്ങൾ വെപ്പിക്കുമായിരുന്നു. എനിക്ക് വലിയൊരു അനുഭവം. ഞാൻ ഇവിടെ മാരാമണ്ണൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഒരു കൊച്ചു ചാപ്പിൽ പണിയാൻ ആരംഭിച്ചപ്പോൾ മരമുണ്ടോ എന്ന് അന്വേഷിച്ച് തന്നപ്പോൾ വീട്ടിലെ മരം ഞാൻ വെച്ചത് വിറ്റ് കഴിഞ്ഞു, അത് കിട്ടിയില്ല. അന്ന് ഞാൻ വെച്ചത് ഞാൻ ഒരു 3.5 ലക്ഷം രൂപ ഒരു മരത്തിന് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ആദായമാണെന്ന് പറയാൻ സംശയമില്ല. ഞാൻ വെച്ചുവിത്തര 35 വർഷം മുമ്പ് വെച്ച മരം വെട്ടി കൊണ്ടുവന്ന പള്ളി പണിയുവാൻ എനിക്ക് സാധിക്കും. ഒരു 370 കുടിക്കടി തടികൾ അവിടെ നിന്ന് വെട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കും. മരം വയ്ക്കുന്നതിനും ആരും മടിക്കേണ്ട. മരം വലിയ അത്ഭുതവസ്തുവാണ്, ആദായം തന്നുകൊണ്ടേയിരിക്കും. എത്രയോ ലക്ഷങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള സംശയം. പിന്നെ പത്തനംതിട്ടയാണ് അരവിനെ താമസമാക്കാൻ തുടങ്ങിയിട്ട് 55 വർഷമായി. ഒരു 50 വർഷം മുമ്പ് വെച്ച തേക്ക് ഇന്ന് വെട്ടി മാരാമണ്ണ ചാപ്പൽ പണിയുന്നതിന് കൊണ്ടുവന്നു. ഇന്നാണ് അത് മില്ലിൽ കൊണ്ടുപോയിട്ടുണ്ട്. 2-3 തേക്ക് അവിടെ നിന്ന് വെട്ടി. അത് ഞാൻ വെച്ചതായതുകൊണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. അതുപോലെ കോളേജിൻ്റെ എവിടെയും എനിക്ക് പരിചയമുണ്ട്. ഇഷ്ടംപോലെ വലിയ മരങ്ങളുണ്ട്. ആക്കാങ്ങുന്ന പള്ളി പണിയുന്നതിന് ഒരു മരം കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് കോളേജിൻ്റെ പരിസരത്തുനിന്ന്. അപ്പോൾ മരം വയ്ക്കുന്നതിൽ ആരും മടിക്കണ്ട, അത് വലിയ ആദായം ലഭിക്കും എന്നത്. ഓരോ വർഷവും ഓരോ മരമെങ്കിലും വെച്ചും സംരക്ഷിച്ച് വയ്ക്കും. എത്ര ശുദ്ധമായ വായു നമുക്ക് ലഭിക്കും. ഒരു ദൈവീകമായ അനുഗ്രഹം നമുക്ക് ഈ പ്രകൃതി, ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കും. അത് വീടിൻ്റെയും പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും പരിസരം അങ്ങനെ ഹരിതപൂർണ്ണമാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഈ സമ്മേളനം വിജയപ്രദമാകാൻ തക്കവണ്ണം വിശുദ്ധ പരിമലത്തിൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകുന്ന സംശയമില്ല. എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദശാസ്ത്ര പണ്ഡിതനും സോപാന അക്കാദമി ഡയറക്ടർ കൂടിയായിരിക്കുന്ന ഡോക്ടർ KM ജോർജ് അച്ഛനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ അതിഥി ഡോക്ടർ മാത്യു കോശിപ്പിനേക്കാട്, ഏറ്റവും ബഹുമാനരായ അച്ഛന്മാരെ, പ്രിയ സഹോദരന്മാരെ,
വളരെ ചുരുക്കമായിട്ട് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എന്നെ സംബന്ധിച്ച് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തീവ്രമായ നിരാശയും ഉത്കടമായ പ്രത്യാശയും തമ്മിലുള്ള നിരന്തര സമരമാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഇടപെടുന്ന എല്ലാവരും തന്നെ നിരാശരാകുവാൻ തയ്യാറായിരിക്കണം. ഈ ലോകത്തിൻ്റെ സർവശക്തികളും പ്രകൃതിക്കെതിരായിട്ട്, പരിസ്ഥിതിക്കെതിരായിട്ട്, ജീവനെതിരായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സംസ്കാരമാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മറുവശത്ത് ജീവനെക്കുറിച്ച് അല്പമെങ്കിലും കരുതലുള്ളവർക്ക് പ്രത്യാശിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ വളരെ ദുഃഖമുണ്ടാകുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ സംഗതി, ഒരു എക്സസൈസായിട്ട് ഞാനിവിടെ പിള്ളേർക്കുണ്ട്. നമ്മുടെ സഹോദരിമാരെ, കൊച്ചു സഹോദരിമാർ ധാരാളമുള്ളതെന്ന് പറയുകയാണ്. നിങ്ങൾ ഈ മരങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ ഒരു മരത്തിൽ എത്ര മുളകളാവും ഒരു മരത്തിനുണ്ടാകുന്നത് നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുകയില്ല. വൃക്ഷതലത്തിൽ സംഖ്യകൾ പോൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമുണ്ട്. വൃക്ഷത്തിൻ്റെ മുളകൾ നോക്കണം, 1000-10,000 മുളകളാണ്. അപ്പോൾ ഇതെല്ലാം ദിവസവും മുളച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിനെ ഇടിച്ചാലും വെട്ടിയാലും അതിൻ്റെ വേര് മാന്തിയാലും എല്ലാം ഇതിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രത്യാശ നൽകുന്നത്. ജീവൻ ദൈവം ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദന ജീവനാണ്. നമ്മുടെ ജീവനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശ ഉണ്ടാകും. നമ്മുടെ സംഘടനകളെയും നമ്മുടെ പ്രസ്ഥാനങ്ങളെയും മതങ്ങളെയും സഭകളെയും ഒക്കെ നോക്കിയാൽ നമുക്ക് പലപ്പോഴും നിരാശ ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനിലേക്ക് നിങ്ങൾ കണ്ണയക്കുക, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകും, നിങ്ങൾ ജീവനെ പരിരക്ഷിക്കുന്നവരായിത്തീരും. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവനെ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പാശ്ചാത്യ സംസ്കാരം ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ചില പ്രത്യേക പ്രസ്ഥാനങ്ങളിലൂടെ ജീവനെ നിഷേധിക്കുകയാണ്. റോമൻ കത്തോലിക്ക സഭയുടെ സുന്നതദോസിൽ വരെ പ്രതിഫലിച്ചു. അവിടെയും ചില ആളുകൾ ജീവനെ നിഷേധിക്കുന്ന പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കാനായിട്ട് വരെ തയ്യാറായിട്ട് വന്നു. ഞാനിതൊക്കെ പറയുന്നത് അല്പം ദുഃഖം കൊണ്ടാണ്, എൻ്റെ ആദ്യം പറഞ്ഞ നിരാശ കൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഈ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ബസീലിയസ് കോളേജിൽ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് എളിയനായി എന്നെയും വിളിച്ചിരുന്നു. അപ്പം ആ സമയത്ത് കേരളത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ക്ലബ്ബുകളും കൂട്ടായ്മകളും എല്ലാം പറയുന്നത് കേരളത്തിൽ 1,00,000 മരങ്ങൾ നിങ്ങൾ നടുവെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളും പറഞ്ഞു 1,00,000 മരം നടുവെന്ന്. അപ്പോൾ എനിക്കൽപ്പം ഒരു തമാശ തോന്നി. ഞാനല്പം പരിഹാസത്തോട് പറഞ്ഞു 1,00,000 മരം നടാനായിട്ട് കേരളത്തിൽ ഇനി സ്ഥലമില്ല, ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കോടികളാണ് നടേണ്ടി വരുന്നത്. ഏതായാലും ഭാഗ്യത്തിന് നമ്മുടെ ഈ പ്രസ്ഥാനം അങ്ങനെ മരങ്ങളൊന്നും നടുന്നതിലേക്ക് പോയില്ല. നമ്മുടെ ഇവിടെയൊക്കെ നട്ട് കാണുമായിരിക്കും. നമ്മുടെ ആഭ്യന്തര ടി.വി. സീമേനി ഇതൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ വളരെ കാവ്യാത്മകമായിട്ട് ചിത്രീകരിച്ച കാര്യങ്ങളിലൂടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിത് പറഞ്ഞത് അന്നൊരു സൂചന നൽകിയിരുന്നു. നമ്മുടെ ഒത്തിരി പള്ളികളുണ്ട്, ധാരാളം പണമുള്ള പള്ളികൾ നമുക്കുണ്ട്. കുറച്ച് പള്ളികളിലെങ്കിലും 10 പള്ളിയിലെങ്കിലും സോളാർ പാനൽ പിടിച്ച് ഞായറാഴ്ചയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞായറാഴ്ചത്തെ ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള സോളാർ എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത്രയും നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കാര്യത്തിൽ പറഞ്ഞു പോയി. ആ നിർദ്ദേശം ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല. ഇപ്പം എനിക്ക് വലിയ സന്തോഷമാണ്. ഈ എയർപോർട്ടിൻ്റെ ഭാഗത്തോട് പോകുമ്പം അവിടെ ഒരു കുര്യൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്ഷമിക്കണം വർഗീയമായിട്ട് പറയുന്നത്, എങ്കിലും ഇത്രയും എതിരുള്ള ഒരു ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാവന കൊണ്ടായിരിക്കാം അവിടെ മുഴുവൻ സോളാർ എയർപോർട്ടായിട്ട് മാറി. ലോകത്തിൽ ആദ്യത്തേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോളാർ എനർജി കൊണ്ടാണ് അത്രയും വലിയ എയർപോർട്ട് നടക്കുന്നത്. നമുക്ക് പള്ളിയിൽ അതിൻ്റെ വളരെ ചെറിയൊരു ആവശ്യമുള്ളൂ, അത് സാധിക്കും നമുക്ക്, പക്ഷെ നമ്മളത് ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള നിരാശകൾ ഒരു വശത്തുണ്ട്. മറുവശത്ത് നമ്മുടെ മാത്യു കോശി പുന്നേക്കാട് സാറെന്ന് പറയുന്ന ആൾ, ഞാൻ അദ്ദേഹത്തെ ഒരു എക്കോ സോൾജിയർ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പരിസ്ഥിതി പട്ടാളക്കാരൻ. കാരണം അദ്ദേഹം 24 മണിക്കൂറും തയ്യാറാണ്. ചിലപ്പം രാവിലെ 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ഐഡിയ വരുമ്പോൾ വെറുതെ ഫോൺ ചെയ്യും. ഞാൻ ഉറക്കമായിരുന്നു, ഉണർത്തിയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ കുറേ വർഷങ്ങളായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് CSI മാത്രമല്ല, കേരളത്തിലെ പല സഭകളിലും ഒരു പുതിയ അവബോധം സൃഷ്ടിക്കാനും അത് കേരളത്തിന് പുറത്തേക്ക് ചർച്ച ഓഫ് സൗത്ത് ഇന്ത്യയുടെ വേദികളിലേക്ക് കൊണ്ടുപോകാനും അവരുടെ സാധിച്ചതിന് വന്നു എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മീഖായേൽ അച്ഛൻ ഈ കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട്
പത്തനാപുരം തയ്യാറായുള്ള അദ്ദേഹത്തെ ഈ കാര്യത്തിൽ നിയോഗിച്ചൊരു പ്രത്യേക സന്തോഷവും നന്ദിയും ഞാൻ തിരുമേനിയോട് അറിയിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമുക്ക് താല്പര്യമുള്ള ആളുകൾ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നവർ വേണം. അത് തീർച്ചയായിട്ടും മലങ്കര സഭയ്ക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നമ്മൾ കണ്ടെത്തണം. ഞാൻ കോട്ടയത്ത് നിന്ന് വരികയാണ്. ഞങ്ങൾക്ക് ഏറ്റവും ആദരണീയനായ വ്യക്തി സഭാതലത്തിൽ പാമ്പാടി തിരുമേനിയാണ്. പാമ്പാടി തിരുമേനിയെ ചെറുപ്പം മുതലേ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്തുമാത്രം ഈ പ്രകൃതിയെ സ്നേഹിച്ചു, പ്രകൃതിയോട് ഇഴുകിച്ചേർന്നു, ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടിയിലൂടെ കാണുവാനാണ് പിതാക്കന്മാരെല്ലാവരും പഠിപ്പിച്ചത്. അദ്ദേഹം കോളേജിലും പോയ ആളല്ല. അദ്ദേഹം ബപ്റ്റിസ്റ്റിക് ലിറ്ററേച്ചറൊന്നും അങ്ങനെ ഒത്തിരി വായിക്കപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് സഹജമായ പരിശുദ്ധിയുണ്ട്, സഹജമായ സാത്വികതകളുണ്ട്. ഈ എല്ലാത്തരം ജീവികളോടും മരങ്ങളോടും ഒരു തെങ്ങിനെ ഇടിവെട്ടിയാൽ നമ്മൾ അയ്യോ എൻ്റെ തേങ്ങ പോയല്ലോ, എൻ്റെ ലാഭം പോയല്ലോ എന്നായിരിക്കും വിചാരിക്കുക. അതല്ല, അയ്യോ ജീവനുള്ള ഈ തെങ്ങ് ഇടിവെട്ടിയല്ലോ എന്നാണ് പാമ്പാടി തിരുമേനി ദുഃഖിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യം തീർച്ചയായിട്ടും നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കുര്യാക്കോസിനെ പോകാൻ തുടങ്ങാൻ തോന്നുമ്പോൾ ഞാൻ ആ കാര്യം കൂടെ പറയുകയാണ്. പഴയ സെമിനാറിൽ ഞങ്ങൾ ഇരുന്ന സമയത്ത് അച്ഛനും ആ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10-500 മരങ്ങളെങ്കിലും പഴയ സെമിനാറിൻ്റെ ചുറ്റുപാടും മിനിറ്റിലാപ്പ് നട്ടിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ട് 500 നട്ടാൽ നമുക്ക് 50 എണ്ണമെങ്കിലും കിട്ടും എന്നാണ്. അതിൻ്റെ അകത്ത് വളരെയധികം എന്നോടുകൂടി സഹകരിച്ച ആളാണ് നമ്മുടെ കുര്യാക്കോസച്ചൻ. അദ്ദേഹം ഔഷധത്തോട്ടവും അവിടെ ഉണ്ടാക്കി. അപ്പം അങ്ങനെ ചില വ്യക്തികൾ പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും നടത്താനായിട്ട് സാധിക്കും. ഒരു വശത്ത് എനിക്ക് നിരാശ തോന്നിയിട്ട് നമ്മുടെ തിരുമേനിയൊക്കെ ചെയ്തതുപോലെ ഞങ്ങൾ 3-4 കൂട്ടുകാർ പോയി ഈ കിഴക്കൻ മലയിൽ പോയി ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ ഒരു ചെറിയ കുടിലോ കെട്ടി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അതിനൊരു ചാപ്പൽ വേണമെന്ന് പറഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നൊരു മാവേല് ഞങ്ങൾ കുറച്ച് ഈ മുളയും ഈറയും എല്ലാം കെട്ടി, കമ്പിയോ ഇരുമ്പോ ഒന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതെല്ലാം അവിടെ കെട്ടി വെച്ചിട്ട് മാവ് കളയാതെ ഒരു വലിയ പാറക്കല്ലുണ്ട്, അതിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് അവിടെ മെഴുകുതിരിയൊക്കെ വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ ബാബാ തിരുമേനി ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. തിരുമേനി അവിടെ വന്ന ആ കുടിലെന്ന് പറഞ്ഞാൽ വെറും കൂട്ടിലാണ്, ഒരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ, പുല്ലിട്ട് മേഞ്ഞ ഒരു മുറി. അതിൻ്റെ എലിയുണ്ട്, പാറ്റായുണ്ട്, ചിലപ്പം പാമ്പ് കയറി വരും, ചിലപ്പം കാട്ടുപന്നികൾ വരും. തിരുമേനി അവിടെ വന്ന് താമസിക്കുകയും ഒരു രാത്രിയും 2 പകലോടെ താമസിക്കുകയും ഈ മാവിൻ്റെ ചവിട്ടിൽ ആ പാറപ്പുറത്ത് തിരുമേനി കുർബാന ചെല്ലുകയും ചെയ്തു എന്നുള്ള വലിയ ഒരു സന്തോഷവും പ്രചോദനവും ഞങ്ങൾക്ക് നൽകി. അപ്പം അവിടെ ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇതാണ്, ചെറുപ്പക്കാർ വല്ലതും വരുന്നുണ്ട് പള്ളികളിലൊക്കെ. അത് ടൂറിസ്റ്റ് പ്ലേസേ അല്ലത്, അവിടെ ഒന്നുമില്ല കാണാനായിട്ട്, ഒരു കുടിലാണ്. അപ്പോൾ അവിടെ വരികയും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇരുന്ന് പ്രകൃതി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം എന്താണ് എന്ന് അല്പമൊക്കെ ധ്യാനിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. അവിടെ ഞങ്ങൾ ഇറച്ചിയും മീനും ഒന്നും കറി വെക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്നത് കൊണ്ട് അവിടെ വെജിറ്റബിൾ കൊണ്ട് ഞങ്ങളിതിനെ എല്ലാവരും ഇവിടെ കൂടി എന്തെങ്കിലും ഉണ്ടാക്കും, ഞങ്ങളത് പങ്കുവയ്ക്കും, ചട്ടിക്കകത്ത് കഴിക്കും. അതൊരു സന്യാസം ആശ്രമമല്ലത്, അതൊരു ഗൃഹസ്ഥ ആശ്രമമല്ല, അതൊരു പുതിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ട്. അവിടെ വരുന്നവർക്കെല്ലാം വലിയ സന്തോഷമാണ്. അവർ പറയുന്നത് ഇത്രയും രുചിയുള്ള കറി ഞങ്ങൾ ഒരിടത്തും കഴിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം അതിന് ചില പാചക കുറിപ്പുകൾ ഞങ്ങൾ ഉണ്ടാക്കും, അവിടെ വരുന്നവരെ അത് പഠിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ എപ്പോഴും 24 മണിക്കൂർ മതിയില്ല, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇവിടെ പറഞ്ഞതുപോലെ ആ അരുവിയുടെ ശബ്ദവും ഈ ഇലകളുടെ മർമ്മരവും പക്ഷികളുടെ പാട്ടുമൊക്കെ അതിൻ്റെ പുതിയ ഒരു മാധുര്യത്തോടു കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ അച്ഛന്മാരെയും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാരെയും അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള സന്ദേശം നമുക്ക് വേണ്ടത്. ഇപ്പോൾ പലർക്കും നിർഭാഗ്യവശാൽ അങ്ങനെയല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയാം. ചുരുക്കമായിട്ട് പോകുന്നുണ്ട്. യെരൂശലേം ദേവാലയത്തിൻ്റെ പോർച്ചിലിരുന്ന തിരുമേനി കർത്താവ് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയം എവിടെയായിരുന്നു? മലഞ്ചെരുവുകളിൽ, കായലിൻ്റെയും കടലിൻ്റെയും തീരത്ത്, പുൽപ്പുറങ്ങളിൽ, ഒലിവ് തോട്ടങ്ങളിൽ, ഇത് രാത്രിയും പകലും കർത്താവ് ജീവിച്ച പഠിപ്പിച്ച സ്ഥലങ്ങളിലാണ്. നമുക്കിപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആരും തന്നെ നമ്മുടെ കൂടെ ഇല്ല. അവരെല്ലാവരും, ഞാൻ 2 വർഷം മുമ്പ് ടാഗോറിൻ്റെ ശാന്തിനികേതനിൽ പോയി. ആഗ്രഹം കൊണ്ട് പോയതാണ്. വലിയ ചെറുപ്പം മുതലുള്ള ആഗ്രഹം. സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്.
അവിടെ പോയിപ്പോൾ അതിമനോഹരമായ സ്ഥലമാണ്. ഒരു 10,000-3000 ഏക്കറുണ്ട് എല്ലാം കൂടെ. അത് അവരുടെ പിതൃ സ്വത്താണ്. അവിടെ ഒരു ഭാഗം മുഴുവൻ മരങ്ങൾ വെച്ച് അവിടെ ചെന്നപ്പോൾ തന്നെ ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധമാണ് വരുന്നത്. അപ്പോൾ ഇലഞ്ഞികളുടെയും മറ്റ് മരങ്ങളുടെയും ചുവട്ടിലിരുന്ന് കുട്ടികൾ പഠിക്കുന്നു, അധ്യാപകർ പഠിപ്പിക്കുന്നു. അവിടെ കസേരയും മേശയും പീഠവും ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഇരുന്ന് പഠിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ സന്തോഷമുണ്ടായത്. അപ്പോൾ ഇത് ഐഡിയലിസ്റ്റിക്കാണ്, ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയും. നമ്മളങ്ങനെ വലിയ അറിവുള്ള ആളുകളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ അവർ പറയും തൻ്റെ സ്വപ്നചിന്തയാണ്, നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ നിരാശപ്പെടുത്തും. അങ്ങനെ നമ്മൾ നിരാശപ്പെടരുത്. ആദ്യമേ പറഞ്ഞതുപോലെ ജീവനിലേക്ക് നോക്കുക, ജീവൻ്റെ മുളകളെ ശ്രദ്ധിക്കുക, അതിനെ നമ്മൾ താലോലിക്കണം, അതിനെ പരിരക്ഷിക്കണം. അതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഭാവി, മനുഷ്യൻ്റെയും സർവ്വജീവജാലങ്ങളുടെയും ഭാവി അവിടെയാണ് എന്ന് മാത്രം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കും. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി CSI സെനറ്റ് കൺവീനർ പ്രൊഫസർ ഡോക്ടർ മാത്യു കോശി പുല്ലക്കാട് അവരുടെ സുസ്ഥിര ഉപഭോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ഏറ്റവും ആഗ്രഹത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ ജോസഫ് മാർ ദേവാനീസസ് തിരുമേനി, അഭിനന്ദ ഡോക്ടർ യുവനാൻ വിശ്വാസ് തിരുമേനി, ഫാദർ ഡോക്ടർ കെ ജോർജ്, വേദിയിലും സദസ്സിലിരിക്കുന്ന വൈദിക പ്രിയ വിശ്വാസ സമൂഹമേ, മാന്യരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ പരിസ്ഥിതി സെമിനാറിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി സുഖമില്ലാതെ കിടക്കുവാനിട്ടും വീസും ശക്തമായിട്ടുണ്ടായിട്ടും ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൽ നടക്കുന്ന പരിസ്ഥിതി സെമിനാറിൽ പങ്കെടുക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കെ എൻ ജോർജൻ പരിസ്ഥിതി ദൈവശാസ്ത്രത്തിൽ എൻ്റെ ഗുരുവാണ്. എനിക്ക് പരിസ്ഥിതി ശാസ്ത്രം മാത്രമേ അറിയാവൂ. എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകവുമായി ബന്ധിപ്പിച്ച് പരിസ്ഥിതി ദൈവശാസ്ത്രത്തെ പഠിക്കുവാനായിട്ട് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഞാൻ ശ്രമിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടാകുമ്പോഴെല്ലാം രാത്രി 4 മണിയായാലും 10 മണിയായാലും ഞാൻ കെ എൻ ജോർജനെ വിളിക്കാറാണ്. അതുകൊണ്ട് എനിക്ക് കെ എൻ ജോർജ് ഒരു ഗുരുസ്ഥാനീയനാണ്. യുവാനീസ് തിരുമേനിയുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ ദീർഘകാലത്തെയാണ്. കേരളത്തിൽ പരിസ്ഥിതി ദൈവശാസ്ത്രം പ്രചരിപ്പിക്കുവാനായിട്ട് യുവാനീസ് തിരുമേനി അച്ഛനായിരിക്കുന്ന കാലത്ത് കത്തോലിക്ക സഭയിൽ, കത്തോലിക്ക സെമിനാറുകളിൽ, ഓർത്തഡോക്സ് മാർത്തോമാ CSI സഭകളിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാറുണ്ട്. അത് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെ ഞങ്ങൾ 10-15 വർഷക്കാലം യാത്ര ചെയ്ത് പ്രസംഗിക്കുകയും പലപ്പോഴും നിരാശ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. തിരുമേനിയോട് എനിക്ക് ആഗ്രഹമുണ്ട്. ക്ലീനസ് തിരുമേനിയുടെ കൃഷിത്തോട്ടം കാണാൻ ഞാൻ പലപ്പോഴും പോവുകയും തിരുമേനിയുടെ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത തിരുമേനിയോട് എനിക്ക് അഗൈതമായ നന്ദി പറയുന്നുണ്ട്. ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭ സുസ്ഥിരമായ ഉപഭോഗം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. ആ വിഷയത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് വളരെ കാര്യപ്രധാനമായ 1-2 കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ചിന്തിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ അടിസ്ഥാനമായ ഉദ്ദേശം. ആഗോളതലത്തിൽ ഇന്ന് പരിസ്ഥിതി ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. അത് സംസാരിക്കാതെ പ്രാദേശിക തലത്തിൽ എന്ത് ചെയ്താലും
പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഇന്ന് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ആഗോള കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, വേനൽക്കാലത്ത് മഴ പെയ്യുന്നു, കാർഷിക മേഖലകൾ അവതാളത്തിലാകുന്നു, അറിയപ്പെടാത്തതായ പുതിയ പുതിയ രോഗങ്ങൾ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ പല രാജ്യങ്ങളും ഭൂമി വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത 20 വർഷക്കാലത്തിനുള്ളിൽ ബംഗ്ലാദേശ് വെള്ളത്തിനടിയിലാകും, നെതർലാൻഡ് വെള്ളത്തിനടിയിലാകും എന്നുള്ളത് ശാസ്ത്ര പ്രഡിക്ഷൻ. ഇത് മാത്രമല്ല, നമ്മുടെ പല നദികളും വരും. സിന്ധു നദിയും ഗംഗയും ഈ നദിയിൽ പോയാൽ 2050 വറ്റും എന്നാണ് ശാസ്ത്ര പ്രവചനം. 2070 നമുക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ ഒരു ദിവസം ലഭിക്കും. ഈ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാതെ നമുക്ക് ഈ ലോകത്തിൽ നിലനിൽക്കാനാവില്ല. ഇതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലാണ്. അറ്റ്ലാന്റിക് പസഫിക് തീര സമുദ്രങ്ങളിൽ 52 ദ്വീപുകൾ. ഇതിൽ ഒരു ദ്വീപാണ് തുവാലു എന്ന് പറയുന്ന ദ്വീപ്. ഈ തുവാലു എന്ന് പറയുന്ന ദ്വീപിൽ 10,000 ആൾക്കാർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഈ 10,000 പേരും ക്രൈസ്തവരാണ്. അപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഭയുടെ ജനറൽ സെക്രട്ടറിയായ ലുസാമയെ ചെന്നൈയിൽ നടക്കുന്ന ഒരു പരിസ്ഥിതി സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് നിർദ്ദേശിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ റവറൻഡ് ലുസാമയ്ക്ക് ഒരു കത്തയച്ചു. കത്തിന് മറുപടി അദ്ദേഹം എഴുതിയത് ഹൃദയഭേദമാണ്. എൻ്റെ സാറേ, എൻ്റെ കത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ വായിക്കാൻ സമയക്കുറവുണ്ട്, ഞാൻ അമ്മയിലേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ സാറേ, ഇവിടെ ജീവിതം ദുസ്സഹമാണ്. ഭൂമിക്കടിയിൽ കൂടി കടൽ വെള്ളം കരയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഭൂമിയും സമുദ്രവും തമ്മിൽ 5 ഇഞ്ച് വ്യത്യാസമുണ്ട്. സമുദ്രനിരപ്പ് എപ്പോഴെങ്കിലും ഉയർന്നാൽ ഞങ്ങളുടെ ദ്വീപ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അത് സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ മാസം ഞങ്ങളുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്താണ് അടിയന്തരാവസ്ഥ എന്നറിയാം? ഒരു ദിവസം ഞങ്ങൾക്ക് 20 ലിറ്റർ വെള്ളം തരും. ഈ 20 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ കലാസമായിട്ട് റേഷൻ കടയുടെ മുമ്പിൽ നിൽക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ മണ്ണെണ്ണ വാങ്ങിക്കാനും അരി വാങ്ങിക്കാനും റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന അനുഭവമാണ്. തുവാലു എന്ന് പറയുന്ന ദ്വീപിലെ 10,000 പേരും റേഷൻ കടയുടെ മുമ്പിൽ 20 ലിറ്റർ വെള്ളം ദിവസം കിട്ടുന്നത് കിട്ടാൻ വേണ്ടി രാവിലെ ക്യൂ നിൽക്കുകയാണ്. അവിടെ വെള്ളം കിട്ടാൻ യാതൊരു മാർഗവുമില്ല. ചുറ്റും കടലാണ്, ഉപ്പുകളാണ്. ഈ സ്ഥിതി കേരളത്തിൽ വരികയില്ല, ഇന്ത്യയിൽ വരികയില്ല എന്ന് നമുക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ സാധിക്കും. ഒരു കാലത്ത് കുപ്പിവെള്ളം കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാറില്ല. 10-15 വർഷം 20 വർഷം മുമ്പ് കുപ്പിവെള്ളത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പലരും സംശയത്തോടുകൂടി പറയാറ്. ഇന്ന് കുപ്പിവെള്ളം കൊണ്ട് പോയെങ്കിൽ മാത്രമേ ശുദ്ധജലം കുടിക്കാൻ ലഭിക്കൂ. അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, എല്ലാവരും പുറത്ത് ഓക്സിജൻ സിലിണ്ടർ തൂക്കിക്കൊണ്ട് നടക്കുന്ന അവസ്ഥ വരും. അപ്പം ഇന്നിത് പറയുന്നത് ചിരിക്കും. 25 വർഷം കഴിയുമ്പോൾ നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ എല്ലാവരും കൊണ്ടുപോകും. അപ്പോൾ അതൊരു ചിരിയായിട്ട് ഇപ്പം തോന്നുന്നെങ്കിലും യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ്. ഒരിക്കൽ ഞാൻ തായ്ലൻഡിൽ ചെന്നപ്പം അവിടുത്തെ എല്ലാ പോലീസുകാരുടെയും പുറത്ത് ചെറിയൊരു ഓക്സിജൻ്റെ സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് കേരളത്തിലും അതിന് ആവശ്യകത വരാൻ പോകും. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം. അതുകൊണ്ട് ഞാൻ പറയുന്നത്,
രാഷ്ട്രീയ മാനമുണ്ട് പരിസ്ഥിതിക്ക്, ദൈവശാസ്ത്ര മാനമുണ്ട്, സാമൂഹിക മാനമുണ്ട്, ആധ്യാത്മിക മാനമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന മേഖല ഒഴിച്ചുള്ള ആധ്യാത്മിക മേഖലയെക്കുറിച്ചും സാമൂഹ്യ മേഖലയെക്കുറിച്ചും തിരുമേനി കെ.എൻ. ജോർജിനൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇതിനൊരു രാഷ്ട്രീയമാണ്. ഇങ്ങനെ ഒരു സ്ഥിതി നമ്മളെ എത്തിച്ചത് വികസിത രാജ്യം. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഒരു ക്രമത്തിനപ്പുറം ആയി കഴിഞ്ഞിരിക്കുകയാണ്. 350 പാർട്സ് പെർ മില്യണിൽ താഴെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നിലനിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ അധികം താമസിക്കാതെ വന്നിരിക്കും. ഇന്നത്തെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് 395 പാർട്സ് പെർ മില്യൺ കഴിഞ്ഞിരിക്കും. അപ്പോൾ ആഗോള തലത്തിൽ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം ഈ തരത്തിൽ പോയാൽ ജീവിതം ദുസ്സഹമായി. ഇത് ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് ഇടയാക്കുന്നത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുവാനായിട്ട് 97 ജപ്പാനിൽ ക്യോട്ടോയിൽ ഒരു സമ്മേളനം നടന്നു. അനവധി ലോകരാഷ്ട്ര സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഒരു സമ്മേളനം ഈ ഡിസംബർ 1 പാരീസിൽ നടക്കുക. അപ്പോൾ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളെ അവരുടെ വികസന ശൈലി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ പാരീസിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയായി. അത് സത്യമാണ്. അപ്പോൾ ഇത് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭകൾ മാത്രമല്ല, പരിസ്ഥിതി പ്രവർത്തകർ മനസ്സിലാക്കി. അതുകൊണ്ട് ഡിസംബർ അവസാനം നടക്കുന്ന പാരിസ്ഥിതിക സമ്മേളനത്തിൽ കാലാവസ്ഥ ഉച്ചകോടിയിൽ ഒരു ഐക്യ ഫോർമുല ഉണ്ടായില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും. അതും ഇതിനെ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുവാനായിട്ട് ആഗോളതലത്തിൽ കാലാവസ്ഥ മാർച്ചുകൾ നടക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ പാരിസ്ഥിതിക പ്രവർത്തകരും ഇന്ന് കാലാവസ്ഥ മാർച്ചുകൾ നടത്തി ലോകരാഷ്ട്രങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വികസിത രാജ്യങ്ങൾ ഈ എഗ്രിമെന്റിൽ ഒപ്പിടണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പലയിടത്തും കാലാവസ്ഥ മാർച്ച് നടന്നു. ഒരു കാലാവസ്ഥ മാർച്ച് പരിസ്ഥിതി പ്രവർത്തകർ നടത്തിയത് ഉദ്ഘാടനം ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ CSI സഭയുടെ പരിസ്ഥിതി വിഭാഗം ഡയറക്ടറാണ്. CSI സഭയുടെ പാരിസ്ഥിതിക നയം രൂപവൽക്കരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ 45-ൽ പരം കോൺഫറൻസുകളും സമ്മേളനങ്ങളും നടത്തി ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം വരുത്തുന്ന ആഗോള താപനത്തിൽ നിന്ന് ലോകരാഷ്ട്രങ്ങൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, വികസിത രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഇന്ത്യ പോലുള്ള അവികസിത രാജ്യങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രമേയങ്ങളൊക്കെ വലിയ പ്രയോജനം ചെയ്യില്ലെങ്കിൽ ചെറിയ തലത്തിൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് പാരീസിൽ ഈ പരിപാടി നടക്കുമ്പോൾ ജർമ്മനിയിലെ സഭകളും CSI സഭയും കൂടെ ചേർന്ന് പാരീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. കാലാവസ്ഥ വ്യതിയാനത്തിന് മാർച്ച് നടത്തുകയാണ്. ആ മാർച്ചിൽ ദക്ഷിണേന്ത്യ സഭയുടെ പ്രതിയായിട്ട് ഞാനും പറഞ്ഞു. അപ്പോൾ ഇന്ന് പരിസ്ഥിതി സമ്മേളനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഓർത്തഡോക്സ് സഭ ഒരു പ്രമേയം പാസ്സാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് പ്രമേയം? ഡിസംബർ ആദ്യം നടക്കുന്ന കാലാവസ്ഥ ഉച്ചകോടിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് അനുകൂലമായി ലോകരാഷ്ട്രങ്ങൾ ഇടപെടണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെട്ടു. എന്നാൽ മാത്രമേ ക്രൈസ്തവ സഭകളുടെ ക്രിയാത്മകമായ പങ്ക് ഇതിലുണ്ടാകുള്ളൂ. നമ്മളിവിടെ ചെടിയൊക്കെ നടും, കാലാവസ്ഥ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ചെടി കിളുക്കത്തില്ല. നമ്മൾ നടുന്ന ചെടികൾ കിളുക്കണമെങ്കിൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകണം. അപ്പോൾ പ്രയോജനകരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആഗോളതലത്തിൽ ചിന്തിക്കുകയും ആഗോളതലത്തിൽ പ്രതികരിക്കുകയും ചെയ്യാതെ നമ്മുടെ ഇടപെടലിന് പ്രയോജനം ഉണ്ടാകുന്നില്ല. എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, വളരെ പ്രധാനമായ അടിവരയിട്ട് പറയുന്നത്, നാം ഇതിൽ ഇടപെടണം. എനിക്ക് രണ്ടാമത് പറയാനായിട്ടുള്ള കാര്യം, ഇത് ഞാൻ പറഞ്ഞത് ആഗോളതലത്തിലാണ്. ഇന്ത്യ
ഇന്ത്യയുടെ സ്ഥിതി അതിലും ഗുരുതരമായി പ്രതിസന്ധിയിലേക്ക് വരികയാണ്. കാരണം 1986-കളിലൊക്കെ ഇതിനുവേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ശക്തമായിട്ട് നിന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശക്തമായ ഇടപെടലുകൾ നടക്കുകയുണ്ടായി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് 20-ൽ പരം നിയമങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ വനം സംരക്ഷിക്കുന്നതിന് നിയമമുണ്ട്, ജലം സംരക്ഷിക്കുന്നതിന് നിയമമുണ്ട്, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിന് നിയമമുണ്ട്. അങ്ങനെ 20-ൽ പരം നിയമങ്ങൾ കേന്ദ്ര സർക്കാർ അനവധി ചർച്ചകളുടെ ഫലമായി പാസ്സാക്കിയിട്ടുണ്ട്. വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇവിടെ നടക്കുന്നത് ഈ 20-ൽ പരം പാരിസ്ഥിതിക നിയമങ്ങൾ റദ്ദാക്കാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് TSR സുബ്രഹ്മണ്യം എന്ന മനുഷ്യനെ ഒരു കമ്മീഷനായിട്ട്, ഒരു ശാസ്ത്രജ്ഞനെ കമ്മീഷനായിട്ട് നിയമിച്ചുകൊണ്ട് പരിസ്ഥിതി നിയമങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം സർക്കാരിൻ്റെ മനം മനസ്സിലാക്കി തന്നെ അദ്ദേഹം അതിന് അനുകൂലമായ റിപ്പോർട്ട് നൽകുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പാരിസ്ഥിതിക നിയമങ്ങൾ ഉള്ളതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കണം. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇന്നത്തെ പാരിസ്ഥിതിക നിയമങ്ങൾ ലളിതവൽക്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒറ്റ വാതിൽ കൂടി കടത്തിവിടാവുന്ന സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കൂടി നടക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകണം. കഴിഞ്ഞ 5-6 മാസങ്ങൾ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തിയിട്ട് മാത്രമേ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് നാളെ വരെ അനുവാദം കൊടുത്തിരുന്നു. അത് മാറി കേവലം 1-2 ദിവസങ്ങൾ കൊണ്ട് സകല വികസന പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകാനായിട്ടാണ് TSR സുബ്രഹ്മണ്യം കമ്മീഷന്റെ റിപ്പോർട്ട്. ഇത് ശക്തമായി ഞങ്ങളൊക്കെ പ്രതിഷേധിക്കും. അത് മാത്രമല്ല, ഒക്ടോബർ 7-ന് ഒരു നിയമം, ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് പരിസ്ഥിതി നിയമങ്ങൾ ഭേദഗതി ചെയ്യാനായിട്ട്. ഇതിന് പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ 15 ദിവസം അവർക്ക് ആരും അറിഞ്ഞിട്ടില്ല. ഒക്ടോബർ 7-ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, പരിസ്ഥിതി നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പോവുകയാണ്. 15 ദിവസത്തിനാണ് പൊതുജനങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ CSSF പ്രതിഷേധം അറിയിച്ചു. ഇന്ന് 15 ദിവസം കഴിഞ്ഞു, വർക്കിംഗ് ഡേയ്സ്. അപ്പോൾ വളരെ തന്ത്രപരമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി നിയമങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ചുറ്റും കിട്ടുന്ന വെള്ളം ഇനി മലിനമായിരിക്കും. കാരണം ഇവിടെ 20 ലിറ്ററിന് പകരം 5 ലിറ്റർ വെള്ളമൊക്കെ ക്യൂ നിന്ന് മേടിക്കേണ്ടതായ ഗതികളിലേക്ക് നീങ്ങും. നമ്മുടെ മണ്ണ് മുഴുവനും കീടനാശിനികളാൽ നിറയും. നാം കഴിക്കുന്ന പച്ചക്കറികൾ മുഴുവനും വിഷലിപ്തമായിരിക്കും. ഇത് ഈയിടെ തിരുവനന്തപുരത്ത് കാർഷിക സർവകലാശാല, കണ്ണൂത്തി കാർഷിക സർവകലാശാല കേരളത്തിൽ വിതരണം ചെയ്യുന്ന പച്ചക്കറികളെ കുറിച്ച് ഒരു ശാസ്ത്രീയ അപഗ്രഥനം നടക്കുകയുണ്ടായി. കേരളത്തിൽ വിതരണം ചെയ്യുന്ന പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ വിതരണം ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലും വത്തൻ മുളക്, ചുവന്ന മുളക് 82% കീടനാശിനികളാണ് ചുവന്ന മുളകിനകത്തുള്ളത്. ആ ചുവന്ന മുളക് വരുന്നുണ്ടെന്നറിയാം, ആന്ധ്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ ഭാഗങ്ങളിൽ. അപ്പോൾ ഏത് ഭക്ഷണം വെച്ചാലും അതിനകത്ത് നമ്മൾ അല്പം കീടനാശിനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കറി പൗഡർ എടുത്താലും കറി പൗഡറിനകത്ത് ഉപയോഗിക്കുന്നത് ചുവന്ന മുളക്. അപ്പം ചുവന്ന മുളക് എവിടെയെല്ലാം ആരെങ്കിലും ഉപയോഗിച്ചോ അവരുടെ ശരീരത്തിനകത്ത് കീടനാശിനികളുടെ ആവശ്യമില്ല. 82% കീടനാശിനികളാണ് ഉള്ളത്. ഇത് അതുകൊണ്ട് കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചുവന്ന മുളക് അല്ലെങ്കിൽ വത്തൻ മുളക് ഉപയോഗിക്കും. അപ്പം അതിന് മാർഗം എന്താണ്? ഒന്നിൽ ഉപയോഗിക്കണം, നിങ്ങൾ കാന്താരി ഉപയോഗിക്കണം. അല്ലെങ്കിൽ വീട്ടിൽ മുളക് കൃഷി ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ രോഗികളാണ്, ക്യാൻസർ രോഗികളാണ്. അത് മാത്രമല്ല, കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന കരിയാപ്പിലയിൽ, ചുവന്ന ചീരയിൽ 70% കീടനാശിനി, കോളിഫ്ലവർ. അപ്പൊ ഇത് നമ്മുടെ കണ്ണു തുറപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ പാരിസ്ഥിതിക നിയമങ്ങൾ ഇത്രയും ഉണ്ടായിട്ട് പോലും നമുക്ക് കിട്ടുന്നത് കീടനാശിനികൾ അടിച്ചത് ശുദ്ധമല്ലാത്ത വെള്ളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിമല തിരുമേനിയുടെ നാമകത്തെ കൂടുതൽ പരിസ്ഥിതി ചെന്നാറുണ്ട്.
നാം ഒരു പ്രമേയമല്ല റെസൊല്യൂഷൻ പാസ്സാക്കണം. കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ പാരിസ്ഥിതിക നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ പാടില്ല. കാരണം അനവധി വർഷങ്ങളുടെ ചർച്ചകൾക്കും അനവധി വർഷങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രൂപപ്പെടുത്തിയതായ ഒരു കേന്ദ്ര പാരിസ്ഥിതിക നിയമം ഏകപക്ഷീയമായി 1-2 ദിവസങ്ങൾ കൊണ്ട് മാറ്റുന്നത് ഭാരതത്തിൻ്റെ പാരിസ്ഥിതിക അടിത്തറയെ തന്നെ തകർത്തയാക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യം. അവിടെ കേരളത്തിലെ സഭകളും കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തകരും ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതത്തിലാവും. ഈ ഭൂമിയുടെ ജീവിതം ചരമഗീതമായി മാറും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ വിഷയത്തിലേക്ക് കയറുകയാണ്. സുസ്ഥിര ഉപഭോഗം എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുക. സുസ്ഥിര ഉപഭോഗം എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ നമ്മൾ കൺസംഷൻ സുസ്ഥിര ഉപഭോഗം കൊണ്ടുപോവുകയാണെങ്കിൽ നാം ഗുരുതരമായ ഇന്നത്തെ ഈ ഭൂമി പോരാ, മറിച്ച് ഒരു ഭൂമിയുടെ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ. കാരണം ഇന്ന് വികസിത രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായ വികസന തന്ത്രം എന്ന് പറയുന്നത് മാക്സിമം കൺസംഷൻ, മാക്സിമം പ്രൊഡക്ഷൻ, മാക്സിമം പ്രോഫിറ്റ്. ഈ കാഴ്ചപ്പാട് വളർത്തുകയാണെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന ആശയം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിന് പ്രാദേശിക തലത്തിൽ സഭകൾ വേദപുസ്തകാടിസ്ഥാനത്തിൽ ജനങ്ങളെ സസ്റ്റൈനബിൾ കൺസംഷനെ കുറിച്ച് പഠിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു സംഭവം വിവരിക്കുന്നു. മന്ന ഇസ്രയേൽ ജനങ്ങൾ ആർത്തിയോടുകൂടി സംഭരിച്ചതായ കഥ വായിക്കും. അപ്പോൾ ആർത്തിയോടുകൂടി എവിടെല്ലാം സംഭവിക്കുന്നു അത് നശിച്ചു പോകുന്നു. അപ്പോൾ ആർത്തി സംസ്കാരത്തിന് ഒരു ബദൽ മാതൃകയാണ് സസ്റ്റൈനബിൾ കൺസംഷൻ. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ, വിശിഷ്യ 15-ാം വാക്യം, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, കാരണം സമ്പത്തുകളുടെ സമൃദ്ധിയിലല്ല മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നു. വേറൊരു പൗലോസിന്റെ ദർശനം 1 തീമോഥെയോസ് 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു. സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ നേട്ടമുണ്ട്. നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഭക്ഷണവും വസ്ത്രവും ഇവരുടെ സംതൃപ്തമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ആർത്തി സംസ്കാരത്തിൻ്റെ ഒരു ബദൽ മാതൃകയാണ്. ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് മോഡൽ. അതിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കും. രണ്ടാമത് സുസ്ഥിര ഉപഭോഗം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. പങ്കാളിത്തത്തിൻ്റെ ഒരു പ്രകടിത രൂപമാണ്. വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കും. ആസ്ട്രേലിയയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ കൂടി ഒരു പുസ്തകം വയ്ക്കിട്ടുണ്ട്. അതിന് പേര് എർത്ത് ബൈബിൾ എന്നാണ്. 4 വോളിയം ഇറക്കിയതിന് 10,000 രൂപയ്ക്ക് വരെയുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്ന 6 തത്വങ്ങളാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രിൻസിക് വാല്യൂ, പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർകണക്റ്റഡ്നെസ്, പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റൻസ്. ഇങ്ങനെ 6 തത്വങ്ങൾ പറയുന്നത്. അപ്പോൾ വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കൾക്കും ഒരു മൂല്യമുണ്ട്. ദൈവം ഈ ലോകത്തിൽ പാഴായി യാതൊരു വസ്തുവും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പാഴ്മരമാണ്. ദൈവം ഒരു പാഴ്മരവും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും ഒരു മൂല്യമുണ്ട്. ഒന്ന്, ദൈവം സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കൾക്കും ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ്. ദൈവം സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കളും അന്യോന്യം ജൈവചക്രയുടെ ഒരു കണ്ണിയാണ്. ദൈവം സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കൾക്കും ഒരു ശബ്ദമുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് വോയിസ്. ദൈവം സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കളോടും നിങ്ങൾ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ അവ അതിനെതിരെ പ്രതികരിക്കും. അപ്പോൾ ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമാണ്. ക്ലിമീസ് തിരുമേനി 104-ാം സങ്കീർത്തനം ഇവിടെ ഉദ്ധരിച്ചു.
104 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഈ പറയുന്ന തത്വങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വാക്ക് 104 സങ്കീർത്തനത്തിലെ വാക്ക് ശ്രദ്ധിക്കുക. പ്രകാശം, ആകാശം, മേഘം, ഭൂമി, കാറ്റ്, പർവ്വതങ്ങൾ, ഇടിമുഴക്കം, താഴ്വരകൾ, ഉറവ, മലകൾ, കാട്ടുകൾ, ആകാശത്തിലെ പറവുകൾ, പുല്ല്, മൃഗങ്ങൾ, മനുഷ്യൻ, വൃക്ഷങ്ങൾ, ദേവദാരുക്കൾ, പക്ഷികൾ, കാട്ടാടുകൾ, പാറകൾ, ചന്ദ്രൻ, സൂര്യൻ, ബാലസിംഹങ്ങൾ, സമുദ്രം, കപ്പലുകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മൂല്യമുള്ളതാണ്. ഇവയെല്ലാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം തന്നെ അന്യോന്യം ജൈവചങ്ങലയുടെ ഒരു കണ്ണിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ നിന്റെ സൃഷ്ടികൾ, യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയെ ഉണ്ടാക്കിയിരിക്കുന്നു, ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-25 അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ താലന്തുകളുടെ കഥ പറയുന്നുണ്ട്. ആ കഥയിൽ 2 സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉള്ള ദർശനം. ഒന്ന്, ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കും. 2, അത് അക്കൗണ്ടബിൾ, കണക്ക് ബോധിപ്പിക്കുക. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യജാതിയെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ദൈവസന്നിധി ഇവ കണക്ക് ബോധിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് സുസ്ഥിര ഉപഭോഗത്തെക്കുറിച്ച് പറയുന്നത് 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ പറയുന്നത്, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിന് ക്ഷതമേറ്റാൽ അത് മറ്റുള്ളതിനെയും ബാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഇത് ദൈവശാസ്ത്ര ദർശനത്തിൽ കുറച്ചുകൂടെ വിശാലമായി പറയുകയാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെ ശരീരമാണ്. ഈ ഭൂമിയിലുള്ള പാറകളും മലകളും കുന്നുകളും അരുവികളും എല്ലാം ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. നിങ്ങൾ ഇവിടുന്ന് പാറ വെട്ടി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം മുറിച്ചു മാറ്റുക. അപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിന് പറ്റുന്ന ഓരോ ആഘാതവും പ്രകൃതിയുടെ മറ്റു ഭാഗങ്ങളിൽ അഫക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ 12 ഇപ്രകാരം പറയുന്നത്. അപ്പോൾ സുസ്ഥിര ഉപഭോഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ഭൂമി ദൈവത്തിൻ്റെ ശരീരമാണെന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഗുരുതരമായ ഭവിഷ്യത്തുകളെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ഉപസംഹരിക്കട്ടെ. ആഗോളതലത്തിൽ ചിന്തിക്കുകയും പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുകയും വേണമെന്ന ആഹ്വാനമാണ് ഞാൻ ഈ സമ്മേളനത്തിൽ വയ്ക്കുന്നത്. ആഗോളതാപനം കുറയ്ക്കുക, ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. അനവധി വർഷത്തെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം നിലവിൽ വന്ന പാരിസ്ഥിതിക നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നത് വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമേ ആകാവൂവെന്ന് കേന്ദ്ര സർക്കാരിനോട് നാം ആവശ്യപ്പെടുന്നു. പ്രാദേശിക തലത്തിൽ നമ്മുടെ ജനങ്ങളെ വേദപുസ്തകത്തിലെ പാരിസ്ഥിതിക ദർശനം പഠിപ്പിക്കുവാൻ തയ്യാറാണ്. സുസ്ഥിര ഉപഭോഗത്തെക്കുറിച്ചും സുസ്ഥിര വികസനത്തെക്കുറിച്ചും വേദപുസ്തകം നൽകുന്ന ദർശനങ്ങൾ സഭ ജനങ്ങളെ പഠിപ്പിക്കുന്നു. ജനങ്ങളുടെ ബോധതലത്തിൽ മാറ്റം വരുത്തുവാൻ മതങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്ക് സാധിക്കും. നന്ദി, നമസ്കാരം. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിൻ്റെ പരിസ്ഥിതി പ്രാധാന്യത്തെപ്പറ്റി ലളിതമായി ആധികാരികമായി സംസാരിച്ച ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് സാറിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി പുരസ്കാര സമർപ്പണമാണ്. അതിനായി ഏറ്റവും ആദരവോടുകൂടി അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം ഏറ്റുവാങ്ങാനായി പ്രൊഫസർ ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് അവരെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി നിരണം ഭദ്രാസന അധിപൻ അഭിവന്യ ഡോക്ടർ യുഹാനൻ മാർക്കോസ് മെത്രാപ്പോലീത്തയെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും.
തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിനന്ദനായ പിതാക്കന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായിരിക്കുന്ന വന്ദിനായ കെ എം ജോർജൻ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ മാത്യു കോശി അവരുടെ, ബഹുമാന്യരായ വൈദികരെ, കർത്താവിൽ വാത്സല്യമുണ്ട്. 11:30 മണിക്ക് എങ്കിലും ഈ സമ്മേളനം തീരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. വളരെ കാലിക പ്രസക്തം എന്ന ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാതെ വളരെ ഗൗരവപൂർവമായ ലോകവും മനുഷ്യ സമൂഹവും ഇന്ന് നേരിടുന്ന ഒരു പ്രധാന സംഗതിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെയുള്ള പങ്കാളിത്തവും ഇത് പ്രാവർത്തികമാക്കി തീർക്കാനുള്ള നമ്മുടെ ആർജവം ഇല്ലായ്മയും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. ബഹുമാനപ്പെട്ട ബോബി ജോസ് കട്ടികാട് അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു കഥ പോലെ അച്ഛൻ ഒരു കുഞ്ഞു കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ഒരു കാട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കൊച്ചു കുരുവി, കുഞ്ഞു പക്ഷി, അതിങ്ങനെ പറന്ന് തൊട്ടടുത്തുള്ള ജലാശയത്തിൽ നിന്ന് അതിൻ്റെ കൊക്കിൽ കൊള്ളാവുന്ന വെള്ളം ഈ കത്തുന്ന കാട്ടിൽ കൊണ്ടൊഴിക്കുക. അതിങ്ങനെ ആവുന്ന വിധത്തിൽ ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ ഈ കൊച്ചു കുരുവിയോട് ചോദിച്ചു, കുഞ്ഞു പക്ഷി, നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? നിന്നെക്കൊണ്ട് ഈ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഈ അഗ്നി ശമിപ്പിക്കാൻ, കെടുത്താൻ കഴിയുമോ എന്ന്. കുരുവി മറുപടി പറഞ്ഞു, ഞാനീ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ അഗ്നി അണയ്ക്കാനായിട്ട് സാധിക്കും എന്ന്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ജീവജാലങ്ങൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ കാണാതിരിക്കരുത്. കാട് കത്തിക്കൊണ്ടിരുന്നത് കുരുവി എനിക്ക് എവിടെങ്കിലും ചേക്കേറാമല്ലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് കണ്ടില്ല. ഈ പ്രതിസന്ധിയിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആ കുരുവി ചിന്തിച്ചു. അതിനാൽ കഴിവത് അത് ചെയ്തു. ഇതിന് സമാനമായി മദർ തെരേസ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അവിടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ പ്രശ്നവുമായി നോക്കുമ്പോൾ നാം ചെയ്യുന്നത് കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് സമമായിരിക്കാം. പക്ഷേ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു തുള്ളിയുടെ കുറവ് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ വിഷയം, ഈ പരിസ്ഥിതി വിഷയം വളരെ ഗൗരവപൂർവമായി നാം കാണുകയും നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന വിധത്തിൽ ഇതിൻ്റെ പരിഹാരത്തിന് പ്രവർത്തിക്കുകയും ചെയ്യുക. അതിനുള്ള നിർദ്ദേശങ്ങളാണ് എനിക്ക് മുൻപ് ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചവരെല്ലാം അതിൻ്റെ കാഠിന്യവും ഗൗരവവും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇന്ന് മനുഷ്യൻ്റെ ആർത്തിയും മനുഷ്യൻ്റെ ആർഭാടവും അമിത ആഘോഷത്തല ഒരു വശത്ത്, മനുഷ്യൻ്റെ അശ്രദ്ധയും അനാസ്ഥയും, ഒരു വാക്കുകൂടി ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഉപയോഗിക്കട്ടെ, അഹങ്കാരവും ഈ അപകടത്തെ അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പച്ചയായ ജീവിതം മനുഷ്യന് നഷ്ടപ്പെട്ടു. ഞാൻ ആ പച്ചയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളും ആഴങ്ങളും കാണുന്നുണ്ട്. പച്ചയായ മനുഷ്യ ജീവിതങ്ങൾ നമുക്കില്ല. പച്ച പ്രകൃതിയുടെ ഒരു പ്രതീകം കൂടിയാണ്. ഈ പച്ചയായ ജീവിതം മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഉള്ളത് ഊഷരതയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തി ജീവിത, സമൂഹ, ഈ എല്ലാ മേഖലകളിലും വ്യാപകമാകുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കാൻ. നമ്മൾ മരം നടുന്നതായാലും ചെടി നടുന്നതായാലും, ഞാൻ ഈ പള്ളികളിൽ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കും, സ്വന്തമായി ഒരു ചെടിയെങ്കിലുമുള്ള കുട്ടികളൊന്ന് കൈവക്കാൻ പറയും. വളരെ വിരളമായിരിക്കും. ഒരു ജീവനെ വളർത്തിക്കൊണ്ടുവരുവാൻ അതിൻ്റെ മനോഹാരിത കൊണ്ട്, കൾച്ചർ എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന സംസ്കാരം എന്നുള്ള വാക്ക്
കോളറി എന്നുള്ള ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു. ഞാനൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ ഈ കോളറി എന്നുള്ള ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം നട്ടുപിടിപ്പിക്കുക, വളർത്തിയെടുക്കുക, മനോഹരമാക്കി തീർക്കുക. നന്മയുടെയും നല്ലതിൻ്റെയും ഒപ്പം ജീവൻ്റെയും അനുഭവങ്ങളെ ഈ ലോകത്തിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്ത് അതിനെക്കൊണ്ട് ഈ സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും ഒരു പച്ചമയമാക്കി തീർക്കുവാൻ നമുക്ക് ആവുന്ന വിധത്തിൽ പ്രവർത്തിക്കാം. അത് വളരെ ഗൗരവപൂർവ്വം എടുക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അനുഗ്രഹ പ്രഭാഷണത്തിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൽക്കട്ട ഭദ്രാസന അധിപനും എക്കോളജിക്കൽ കമ്മീഷൻ വൈസ് പ്രസിഡന്റും കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് അംഗവും പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് സുവോളജി വിഭാഗം മുൻ മേധാവിയുമായ അഭിനന്ദ ഡോക്ടർ ജോസഫ് മാർ ഇഗ്നാസ്യോസ് മെത്രാപ്പൊലീത്തയെ ആദരവോടെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മലങ്കര സഭയുടെ പരിസ്ഥിതി കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായ അഭിവന്ദനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി ഇന്ന് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായ, ഞാൻ ഒരുപാട് ആദരിക്കുന്ന മലങ്കര സഭയുടെ പരിസ്ഥിതി സ്പന്ദനം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഇന്ന് ഈ പരിസ്ഥിതി സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച എൻ്റെ ഏറ്റവും അടുത്ത പരിസ്ഥിതി സുഹൃത്ത്, ഗ്രീൻ ഫ്രണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്, ഡോക്ടർ മാത്യു കോശി അവർ ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകിയ നരമഭദ്രാസനത്തിൻ്റെ അഭിവന്ദനായ ക്രിസോസ്റ്റമോസ് തിരുമേനി, എക്കോളജിക്കൽ കമ്മീഷൻ്റെ സെക്രട്ടറിയായ എൻ്റെ ഇളയ സഹോദരൻ ഡോക്ടർ മിഖായേൽ അച്ഛൻ, മറ്റ് പ്രമുഖരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന സിസ്റ്റർ, മറ്റു സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കും. ഈ സമ്മേളനം മെച്ചപ്പെട്ട് ആളിനെ കിട്ടുമോ എന്നൊക്കെ ഞങ്ങൾ സംശയിച്ചു. ഏതായാലും ഇത്രയും പേരെയെങ്കിലും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ മാത്യു കോശി സാർ എപ്പോഴും പറയാറുള്ളത് പോലെ പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായി തീരുന്നില്ല എങ്കിൽ ഇത് ഒരു കൊച്ചു ശബ്ദങ്ങളായി മാറത്തേയുള്ളൂ. പരിസ്ഥിതി സംരക്ഷണം, ദൈവത്തിൻ്റെ മനോഹരമായ പ്രപഞ്ചം സംരക്ഷിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൗലികമായ പ്രമാണമായി ഭാഗമായി മാറിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിന് കിട്ടുകയുള്ളൂ. ഈ പ്രാവശ്യം എക്കോളജിക്കൽ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ കേരള ബയോഡൈവേഴ്സിറ്റിൻ്റെ ബോർഡിൻ്റെ വകയായി എൻ്റെ സുഹൃത്താണ് അവിടുത്തെ ഡോക്ടർ ലാലാദാസ് സാറിന് ഞാനൊരു കത്ത് കൊടുത്തു. ഞാനും ബയോഡൈവേഴ്സിറ്റി കേരള ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ചെറിയ അഡ്വൈസറി ബോർഡിലൊക്കെ ഞാനും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ലാലാദാസ് സാറിനോട് റിക്വസ്റ്റ് ചെയ്തു, സാറ് ഒരുപാട് സഹായിച്ച് ഇത്രയും സാധനമെങ്കിലും ആർക്കെങ്കിലും ഒരു അവബോധം ഉണ്ടാകുന്നെങ്കിൽ സന്തോഷമാണ്. ഈ സാധനങ്ങളൊക്കെ സാർ തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്നൊക്കെ സന്തോഷമുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് പരിസ്ഥിതി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവോദ്ദേശത്തിൽ നിന്നുള്ള വികല്പമാണ്. ദ ഡീവിയേഷൻ ഫ്രം ദ വിൽ ഓഫ് ഗാഡ്. അതാണ് ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നം. ദൈവം മനസ്സിൽ ഉദ്ദേശിച്ച് മെനഞ്ഞ ഒരു ഭൂമി, ഈ പരിസ്ഥിതി ഇന്ന് നമ്മൾ കാണുന്ന പരിസ്ഥിതിക്ക് വ്യത്യസ്തമായി. അത് വേദപുസ്തകത്തിലൊക്കെ നല്ല സമ്യക്കായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിസ്ഥിതിയും ഭൂമിയും പരിസ്ഥിതി വ്യവസ്ഥകളും ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ തന്നെ
ഇപ്പോൾ 10 വയസ്സാകുമ്പോഴേ വലിയ സോഡാ കുപ്പി പോലുള്ള കണ്ണാടിയും വെച്ച പിള്ളേർ നടക്കുന്നത്. കാരണം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുക. കിഡ്നി ആണെങ്കിൽ 18 വയസ്സാകുമ്പോഴേ തട്ടിപ്പോവുകയാണ്. കാരണം ദൈവമുണ്ടാക്കിയ കിഡ്നിയും ദൈവമുണ്ടാക്കിയ കണ്ണും ദൈവമുണ്ടാക്കിയ ഹൃദയവും ഇപ്പോഴത്തെ ഈ പൊല്യൂഷനെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന് പണ്ട് അറിയത്തില്ലായിരുന്നു ഇത്രയൊക്കെ. ഇപ്പം കിഡ്നി ആണെങ്കിൽ ഇത്രയും ടോക്സിക് കെമിക്കൽസിനെ അരിക്കണം എന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. അല്ലായിരുന്നു അങ്ങനെ പവർഫുള്ളായിട്ടുള്ള കിഡ്നി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് വേണ്ട കിഡ്നിയൊക്കെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഡീവിയേഷൻ ഫ്രം ദ വിൽ ഓഫ് ഗോഡ് ഈസ് വാട്ട് ഈസ് എക്കോ ക്രൈസിസ്. അപ്പൊ ഡീവിയേഷൻ സംഭവിച്ചത് നമ്മുടെ കൂട്ടുള്ള ആളുകൾ കുറച്ചൊക്കെ എങ്കിലും, ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് ദിവസം മാറ്റാനൊക്കത്തില്ല എങ്കിലും നമ്മൾ കുറച്ച് ഡീവിയേഷൻ സംഭവിച്ചത് തിരിച്ചു പോകുവാനുള്ള ഒരു അവബോധമെങ്കിലും ചെറിയ പ്രവർത്തനങ്ങളെങ്കിലും ചെയ്യുവാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. അതിന് ഈ പരിസ്ഥിതി പ്രവർത്തനങ്ങളും നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളും ഒക്കെ സാധിക്കട്ടെ എന്ന് ഓർമ്മിക്കുന്നു. ബഹുമാനപ്പെട്ട KM ജോർജിനെയൊക്കെ ഇന്ന് ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. അതുപോലെ മാത്യു സാറ്, എനിക്കൊരുപാട് അസൂയുണ്ട് തീർച്ചയായിട്ടും CSI സഭയോട്. കേരളത്തിലെ കത്തോലിക്ക സഭയേക്കാൾ വളരെ മുന്നിൽ പാരിസ്ഥിതികമായ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിലും ഭാരത തലത്തിലും കേരളത്തിൻ്റെ സഭാതലത്തിലും മുന്നേറുന്ന ഒരു വലിയ സഭയാണ് CSI. നമ്മുടെ KM ജോർജൻ പറഞ്ഞതുപോലെ ഒറ്റയാൻ പട്ടാളമാണ്. മാത്യു സാറിൻ്റെ ഊർജം ഒരുപാട് പാരിസ്ഥിതികമായി മുന്നേറുവാൻ കേരള ജനതയ്ക്ക്, സഭയ്ക്ക്, CSI സഭ മാത്രമല്ല മറ്റ് സഭയ്ക്കും ഊർജം പകരുവാൻ മാത്യു സാറിൻ്റെ പ്രവർത്തനങ്ങൾ സാധിക്കും. സാറിന് നിമിഷം കൊണ്ടൊരു പുസ്തകമൊക്കെ ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല. ഈ ഫീൽഡിൽ 10-20 എക്സ്പേർട്സിനെ വിളിച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ചോദിക്കും, നിമിഷം ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു പുസ്തകം ഇറങ്ങി പറയും. സാറ് സമ്മേളനമൊക്കെ 3 ദിവസം കൊണ്ട് സംഘടിപ്പിക്കുക. അത്രമാത്രം ഊർജ്ജസ്വലനായ എൻ്റെ സുഹൃത്ത് പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഇന്നൊരു ക്ലാസ് കിട്ടിയതും വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിശദമായിട്ട് എഴുതിയിട്ടില്ല. ഞാൻ വളരെ ഒരു സെൻറ്റൻസിൽ എഴുതിയിട്ടുള്ളൂ. പിന്നീട് വിശദമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ച് വേണ്ട സ്ഥാനത്ത് അഭിവന്യ ക്ലീമീസ് തിരുമേനിയുടെ അനുവാദത്തോടെ അയച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്നു. ഒറ്റ വാക്കിലൊരു പ്രമേയം എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് ഭംഗിയായിട്ട് വിശദമായിട്ട് എഴുതിക്കൊള്ളാം. ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ കർത്തവ്യ വിലോപനമാകുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഡോക്ടർ മിഖായേൽ ജോൺ അച്ഛൻ്റെ പ്രവർത്തനം ഈ എക്കോളജിക്കൽ കമ്മീഷൻ അല്പമൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം ഞങ്ങൾ 2 തിരുമേന്മാരുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരുപാടൊന്നും പ്രവർത്തിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നല്ല ഊർജ്ജസ്വലനായ ഒരു സെക്രട്ടറിയെ തേടി ഞങ്ങൾ നടന്നു. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നതൊന്നും ശരിയായില്ല. പക്ഷേ ഇപ്പോൾ പത്തനാപുരം താബോർ ദേറായിൽ എൻ്റെ ശിഷ്യനാണ്. ഞാൻ കോളേജ് പഠിപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന അദ്ദേഹം ടിഷ്യൂ കൾച്ചറിൽ, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത, ബോട്ടണി സസ്യശാസ്ത്രത്തിൽ ടിഷ്യൂ കൾച്ചറിൽ ഡോക്ടറേറ്റ് എടുത്ത അച്ഛനാണ്. ഇപ്പം ബോട്ടണി പത്തനാപുരം സെൻറ്റ് ജെയിംസ് കോളേജിലെ ബോട്ടണിയുടെ ഹെഡാണ്. അച്ഛനെ സെക്രട്ടറി ആയിട്ട് ഏൽപ്പിച്ചത് മുതൽ ഇതിനൊരു പുതിയ ഊർജം കൈവന്നിട്ടുണ്ട്. മറ്റ് ഭദ്രാസനങ്ങളും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരുപാട് ശ്ലാഘിക്കുന്നു അച്ഛൻ്റെ പ്രവർത്തനം. ഇന്നത്തെ സമ്മേളനം തന്നെ അച്ഛൻ ഒരുപാട് ഉത്സാഹിച്ചാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ അച്ഛനോട് ചേർന്ന് മറ്റ് കമ്മിറ്റിയെല്ലാം ചേർന്ന് ഭംഗിയായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. അച്ഛനെ ശ്ലാഘിക്കുന്നു. ഒറ്റ വാക്കിലുള്ള ഒരു വാചകത്തിൽ മാത്രമുള്ള പ്രമേയം ഇവിടെ വായിക്കുകയാണ്. എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ച് ഇതൊന്ന് പാസ്സാക്കണം എന്ന് ഓർമ്മിക്കുന്നു. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ഒരു സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുള്ളൂ. കാലാവസ്ഥ സംരക്ഷണ പ്രമേയം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിമലയിൽ വെച്ച് 2015 ഒക്ടോബർ 27 കൂടിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിൽ ഉള്ള ഏകദിന സമ്മേളനം ഏകകണ്ഠമായി
2015 ഡിസംബറിൽ പാരീസിൽ വെച്ച് നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പരിസ്ഥിതി സുസ്ഥിരതയ്ക്കും സംരക്ഷണത്തിനും അനുയോജ്യമായ ഉപഭോഗ നിയമനിർമ്മാണങ്ങളും കരാറുകളും ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും ലോകരാഷ്ട്രങ്ങളോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇരിക്കും. നന്ദി. അഭിനന്ദന തിരുമേനി. അനുഗ്രഹ പ്രഭാഷണത്തിനായി MK വർഗീസ് കോർ എപ്പിസ്കോപ്പയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രകൃതിയുടെ ഉടയവന് സ്തുതി. മാന്യ സദസ്സിന് നമസ്കാരം. ചുരുങ്ങിയ സമയം കൊണ്ട് 3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ തടി വെട്ടിയിട്ടുള്ള ഒരു അച്ഛൻ ഞാനായിരിക്കും എന്നാണ്. ഞാൻ 300-ൽ പരം തടികൾ നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് വെട്ടിയിട്ടുണ്ട്. പള്ളിയുടെ ആവശ്യത്തിനാണ്, പള്ളിയുടെ തീരുമാനപ്രകാരമാണ്, ഓരോ വീടുകളിൽ നിന്നാണ് വെട്ടിയത്. കാർത്തിക പള്ളി 1200 വർഷം പഴക്കമുള്ള പള്ളിയാണ്. അതിൻ്റെ മുഴുവൻ തടികളും മാറ്റിയത് ആ ഇടവകയിൽ നിന്നും മാത്രമുള്ള തടികൾ കൊണ്ടാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, 1500ഓളം തേക്ക് തൈകൾ അവിടെ നട്ടു വളർത്തിയത് ഇന്ന് 20 വർഷത്തോളം പ്രായമുള്ള തേക്ക് തടികളായി ഭവനങ്ങളിലുണ്ട്. ഞാൻ എപ്പോൾ ആ ഭാഗത്തേക്ക് പോയിരുന്നാലും, ഞാൻ തടി വെട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നാലും അവിടെ നട്ടുകൊടുത്തിട്ടുള്ള തടികളെ ഞാൻ പോയി കാണുകയും അതിൻ്റെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല, ക്യാൻസർ രോഗികൾക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുവാൻ തക്കവണ്ണം നാഗാർജുനയുമായിട്ടൊരു ടൈപ്പിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിന് ടെമോഡൽ 250 എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. 85,000 രൂപ വില വരുന്ന ഒരു മെഡിസിനാണ്. എന്നാൽ 500 രൂപ പോലും ചെലവ് വരാത്ത രീതിയിൽ ആയുർവേദ മെഡിസിൻ അതിൽ നിന്ന് ഉണ്ടാക്കി ലഭിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് തലത്തിലുള്ള തീരുമാനങ്ങൾക്ക് ശേഷമേ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഞാൻ കുറേയേറെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അളവിലാണ് ബഹുമാനായ എൻ്റെ ഏറ്റവും ഗുരുനാഥനായിരിക്കുന്ന KM ജോർജച്ചൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കോഴിക്കോടിനടുത്ത് പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദേശി വന്ന് 42 വർഷമായിട്ട് അവിടെ താമസിച്ച് ഒരു സ്ഥലത്ത് മുഴുവനും മെഡിസിനൽ പ്ലാന്റ്സ് നട്ട് അത് പരിരക്ഷിക്കുന്ന, പ്രകൃതിയെ അതുപോലെ പരിരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ദിവസങ്ങൾ പോയി താമസിക്കുവാനും അത് പരിചയപ്പെടുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, അഭിനന്ദനായ നമ്മുടെ സഭയുടെ ഇതിൻ്റെ ഏറ്റവും ചുമതല വഹിക്കുന്ന അഭിനന്ദന ക്ലീമൻസ് തിരുമനസിനോട് എനിക്ക് അപേക്ഷിക്കുവാനായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, എല്ലാ ഇടവക തലങ്ങളിലും കൃഷികളിലും ഇങ്ങനെയുള്ള താല്പര്യങ്ങളിലുമുള്ള ആളുകളെ സംഘടിപ്പിച്ചിട്ട് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിൽ നിന്ന്, അവരുണ്ടാക്കുന്ന ഫലത്തിൽ നിന്ന് ഒരംശം പരിമല പെരുന്നാളിൻ്റെ ഇതുപോലെയുള്ള ഒരു വേദിയിൽ ഒന്നിച്ചു കൊണ്ടുവരുവാനും അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുവാനും ഒരു അവസരം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ച് തിരുമേനിയോട് അപേക്ഷിക്കുകയാണ്. ഓരോ ഇടവകളിലും ധാരാളം കൃഷി ചെയ്യുന്നവരുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു 4 ഏക്കറോളം സ്ഥലം കുടുംബപരമായി ലഭിച്ചതാണ്. അതിനകത്ത് 700-ൽ പരം മെഡിസിനൽ പ്ലാന്റ്സ് ഞാൻ നട്ടിട്ടുണ്ട്. 40-ൽ പരം കിളികൾ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രകൃതിദത്തമായി മുഴുവനായിട്ടും ഒരു AC-യോ ഫാനോ ഒന്നുമില്ലാതെ വളരെ സുഖകരമായിട്ട് താമസിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വ്യക്തിപരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പരിസ്ഥിതിയുടെ ചുമതല വഹിക്കാൻ തക്കവണ്ണം ഒരു അവസരം ലഭിച്ചു. എല്ലാ ആശംസകളും ഈ പരിസ്ഥിതി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര നിർദ്ദേശപ്രകാരം തരുന്ന എല്ലാ ചുമതലകളും ഏറ്റുകൊണ്ട് ഭംഗിയായി ഈ ഫീൽഡിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം ചെയ്യണമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. നിങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ആ രീതിയിൽ സഹകരിച്ച് അവരവരാൽ കഴിയുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ സൃഷ്ടാവിന് ഒരിക്കൽ കൂടി നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രകാശനത്തിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊളീജിയൽ കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിനോയ് P. തോമസ് അവരുടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും.
അഭിനന്ദരായ തിരുമേനിമാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ ഏവരുമേ, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായതെന്നാണ്. കുരങ്ങന്റെ ഇഷ്ടഭക്ഷണം ഇന്നും പഴങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ കുരങ്ങിൽ നിന്നുണ്ടായ മനുഷ്യന്റെ ഭക്ഷണം ഇന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. ഈ ഇഷ്ടഭക്ഷണത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഒരു പക്ഷെങ്കിൽ ഇന്നിവിടെ സംസാരിച്ചതെല്ലാം മനുഷ്യന്റെ ആർത്തിപൂണ്ട സംസ്കാരത്തെ പറ്റി പറയേണ്ടി വന്നത്. മനുസ്മൃതിയിൽ ഇങ്ങനെയാ പറയുന്നത്: ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി. ഞാനും നമ്മുടെയൊക്കെ സംസ്കാരം ഇങ്ങനെയാണ്. ഏത് പരിസ്ഥിതി സെമിനാറുകൾ സംബന്ധിച്ചാലും നമ്മുടെയൊക്കെ സംസ്കാരം എന്ന് പറയുന്നത് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെയാണ്. കാരണം പഠിക്കുന്ന കാലത്തുമൊക്കെ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അങ്ങനെ പോയി കേരളം, പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ന് കാശ് കൊടുക്കുന്നത് ആശുപത്രിയിലും തടി കൂടിയാൽ ജിമ്മിലും വ്യായാമ കേന്ദ്രങ്ങളിലുമൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പാരിസ്ഥിതിയുടെ ചില വികലത നമ്മൾ തന്നെ വരുത്തിയിരിക്കുക. ഇതിനൊരു മാറ്റം വരുവാൻ ഈ സെമിനാർ നമുക്ക് നിദാനമായി തീരട്ടെ. അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇന്നത് മാറി. ആ തിരിച്ചുവരവ് നടത്തിയാൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ സംസ്കാരം, കേരള സംസ്കാരം വീണ്ടും പഴമയിലേക്ക് മാറും. അതിന് ഇത് നിദാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിസ്ഥിതി സെമിനാറിന്, എക്കോളജിക്കൽ കമ്മീഷന്റെ ഈ മീറ്റിങ്ങിന് ആധ്യക്ഷം വഹിക്കുന്നത് അഭിമന്യനായ ക്ലിമീസ് തിരുമേനിയാണ്. തിരുമേനിയുടെ വാക്കുകളിൽ തന്നെ തിരുമേനി ആരാണെന്ന് തിരുമേനി പറഞ്ഞു കഴിഞ്ഞു. തിരുമേനിയുടെ വാക്കുകൾ മാത്രമല്ല, തിരുമേനിയുടെ പ്രവൃത്തിയും ഇതുതന്നെയാണ്. തിരുമേനിയുടെ മാരാമന്റെ സ്ഥലം വന്ന് കണ്ടാൽ, കോട്ടയം മാരാമൻ വേണ്ട, തിരുമേനി താമസിക്കുന്ന സ്ഥലങ്ങൾ വന്ന് കണ്ടാൽ അറിയാം തിരുമേനിയുടെ പ്രവർത്തനം ഏത് ശൈലിയിലാണെന്നുള്ളത്. എപ്പം പറഞ്ഞാലും ആ വാക്കുകൾക്ക് ജീവനുണ്ട്, പ്രകൃതിയുടെ ഒരു ജീവനുണ്ട്. അഭിമന്യനായ തിരുമേനി ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു. തിരുമേനിക്ക് ഈ യോഗത്തിന്റെ പേരിൽ, എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുകയാണ്. ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ പരിസ്ഥിതിയുടെ ഔദ്യോഗിക നാവായ ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛന്. അച്ഛൻ്റെ വാക്കുകൾ പലപ്പോഴും നമുക്ക് ഉത്തേജനം തരുന്നതാണ്, പലപ്പോഴും നമ്മളെ പുളകം കൊണ്ടിക്കുന്നതാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അച്ഛൻ ഇന്ന് സംസാരിച്ചപ്പോൾ ചില വിഷമതകൾ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ പറഞ്ഞു മരങ്ങളുടെ മുകുളങ്ങൾ കാണുമ്പോൾ ചില പ്രതീക്ഷകൾ കിട്ടുന്നു എന്നുള്ളത്. ഈ മീറ്റിങ്ങിനും അധികം ആളൊന്നും ഇല്ലെങ്കിലും ഈ സമീപ പ്രദേശത്തെ ആൾക്കാർ വന്ന് സംബന്ധിക്കുമ്പോൾ ചില മാറ്റങ്ങൾ പ്രകൃതിയിൽ, ഈ സമൂഹത്തിൽ വരുത്തുവാൻ കഴിയും. ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജിന്റെ വാക്കുകളും നമ്മൾക്ക് ചില മാറ്റങ്ങൾക്ക് നിദാനമായി തീരുവാൻ കഴിയട്ടെ. ഇവിടെ വന്ന് സംബന്ധിക്കുകയും ഉദ്ഘാടന പ്രസംഗം നടത്തുകയും നമ്മോടൊപ്പം ഈ വേദിയിലായിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ KM ജോർജിന് എക്കോളജിക്കൽ കമ്മീഷന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നിസ്സീമമായ നന്ദി അർപ്പിക്കുകയാണ്. ഈ വേദിയെ ധന്യമാക്കിയത് ബഹുമാനപ്പെട്ട മാത്യു സാറിന്റെ പ്രശംസയാണ്. സാറിനെ പറ്റി ധാരാളം സമയം നമ്മൾ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങളിൽ കൂടി അറിഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ അറിയാം ഒരു പ്രകൃതി സ്നേഹി. സാറിന്റെ കുട്ടിയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, വളരെയധികം വടിമൊത്ത് ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന എങ്ങനെയോ അതേപോലെ തന്നെയാണ് സാറിന്റെ ആ നേച്ചർ എന്ന് പറയുന്നത്. വളരെയധികം സാറിന്റെ വാക്കുകളിൽ സാർ സഞ്ചരിച്ചിട്ടുള്ള വഴികളെ പറ്റി ധാരാളമായി സാർ പറഞ്ഞു. അഭിമന്യനായ ദിവന്യാസി പറഞ്ഞു, സാറ് CSI സഭയിൽ ഇത്രയധികം ഒറ്റയാൾ പട്ടാളമായിട്ട്, CSI സഭയിൽ മാത്രമല്ല കേരളത്തിൽ ഒറ്റയാൾ പട്ടാളമായിട്ട് ഈ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ബഹുമാനപ്പെട്ട ആദിമു സാറ് വാക്കുകളിൽ പലപ്പോഴും പ്രകൃതി എങ്ങനെ സ്നേഹിക്കണം, പ്രകൃതിയിലേക്ക് എങ്ങനെ മടങ്ങി വരണമെന്ന് സാറ് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. അഭിമന്യന ബഹുമാനപ്പെട്ട മാത്യു സാറിന് എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഈ എക്കോളജിക്കൽ കമ്മീഷന്റെ പേരിൽ ഇവിടെ വന്നു ചേർന്നതിന് സാറിനോട് എല്ലാവരുടെയും പേരിലുള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കട്ടെ. ഈ എക്കോളജിക്കൽ കമ്മീഷന്റെ തുടക്കം മുതൽ ഇതിന്റെ വൈസ് പ്രസിഡന്റായി ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നത് അഭിമന്യനായ ജോസഫ് മാർ ദിവന്യാസിസ് തിരുമേനിയാണ്.
തിരുമേനി ഒരു സുവോളജി അധ്യാപകനാണ്. അതിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു സ്നേഹമൊക്കെ കടന്നു വന്നത് പ്രകൃതിയോടും മൃഗങ്ങളോടും ഒക്കെ. എപ്പോഴും വാക്കുകളിൽ വളരെയധികം നൂതനമായ ആശയങ്ങൾ തിരുമേനി തന്റെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. തിരുമേനി കൽക്കട്ടയിലാണെങ്കിലും പല സമയങ്ങളിലും ഇവിടെയൊക്കെ വന്ന് പത്തനംതിട്ട കോളേജിലൊക്കെ പല സമയങ്ങളിലും ഈ പ്രകൃതിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അഭ്യുന്നതനായ ഡോക്ടർ ജോസഫ് മാർ തിരുമേനി തിരുമേനി സംബന്ധിച്ചു. തിരുമേനിക്ക് എല്ലാവരുടെയും പേരിൽ ഉള്ള നന്ദി പ്രത്യേകിച്ച് അറിയിക്കട്ടെ. എപ്പോഴും എവിടെയും ആൾക്കാർ സംസാരിക്കുമ്പോഴും എക്കോളജിക്കൽ കമ്മീഷനിൽ പറയുമ്പോഴും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിരണഭദ്രാസനത്തിൽ പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു. അതിന് എല്ലാവരും മുമ്പിൽ കാണുന്ന അഭ്യുന്നതനായ ക്രിസോസ്റ്റമസ് തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവുമാണ്. അഭ്യുന്നതനായ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തിരുമേനി സംസാരിച്ചു. സമയം ക്ലിപ്തത പാലിക്കുവാൻ വേണ്ടി തിരുമേനി ശ്രമിച്ചു. അഭ്യുന്നതനായ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാവിധ പരിസ്ഥിതി വികസനത്തിനും തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തെ സംബന്ധിച്ചത് തിരുമേനിക്ക് പ്രത്യേകിച്ച് നന്ദി അറിയിക്കട്ടെ. ഇവിടെ സമ്മേളനങ്ങളിൽ ഈ മീറ്റിംഗിൽ സംസാരിച്ച് ആശംസകൾ അർപ്പിച്ച അഭ്യുന്നതനായ കോർപ്പറേറ്റ് ജോൺ അച്ഛനോടും വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുണ്ട്, അവരോടും ഈ മീറ്റിംഗിന് വേണ്ടി പ്രത്യേകിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ഷാനി സാറുണ്ട്, അതോടൊപ്പം തന്നെ പത്തനാപുരം കോളേജിലെ ഡോക്ടർ ഷിബു സാറുണ്ട്. ഈ മീറ്റിംഗിന് വേണ്ട കൂടുതൽ ക്രമീകരണങ്ങൾ ചെയ്ത സെന്റ് മേരീസ് കുട്ടമ്പേരൂർ സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനത്തോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കട്ടെ. ഈ മീറ്റിംഗിന്റെ ഇത്രയധികം ഭംഗി വരുത്തിയത് ജോസഫ് മാധവനെ പറഞ്ഞു മീഖേലച്ചനെ പറ്റി. ഞാനും അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കട്ടെ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ദൈവദോഷമാണ്. ഞാനൊരു ജോയിന്റ് സെക്രട്ടറിയാണ്, ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞില്ലെന്ന് പറയുന്നത് ഈ ക്രമീകരണങ്ങളെ പറ്റി ഞാനൊന്നും ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. എല്ലാം ചെയ്യുന്നത് മീഖേലച്ചനാണ്. അച്ഛൻ്റെ പേരിൽ തന്നെ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അടങ്ങിയിട്ടുണ്ട്. കയ്യിലെ കാശ് കളഞ്ഞ് 2 ദിവസത്തെ ലീവ് എടുത്ത് പത്തനാപുരം കോളേജിൽ നിന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഡോക്ടർ മീഖേലച്ചൻ ഒന്നിനും ആരോടും ഒരു പരിഭവമില്ല. എല്ലാം തന്നെ ചെയ്തു. ഇനിയും കൊടുക്കാനുള്ള ദൈവമാണ്, നമ്മളൊന്നുമല്ല. ഡോക്ടർ മീഖേലച്ചന് എക്കോളജിക്കൽ കമ്മീഷന്റെ പേരിൽ പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ഈ മീറ്റിംഗിന് നിറം പകർന്നത് ഇവിടെ സംബന്ധിക്കുന്ന കുട്ടികളാണ്. ആദ്യമൊക്കെ എല്ലാ വർഷത്തെ പോലും നമ്മൾ ഈ വർഷവും പേടിച്ചു. സാന്നിധ്യം കൊണ്ട് സാന്നിധ്യത്തിൽ ഉള്ള ആൾക്കാരുടെ കുറവിനെ പറ്റി. പക്ഷെങ്കിൽ പരിമല നഴ്സിംഗ് കോളേജിലെയും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെയും കുട്ടികളുടെ സാന്നിധ്യം നിറം പകർന്നു. കുഞ്ഞുങ്ങൾക്ക് അവരെ കൊണ്ടുവന്ന സിസ്റ്റേഴ്സിന്, ടീച്ചേഴ്സിന് എല്ലാവർക്കും എക്കോളജിക്കൽ കമ്മീഷന്റെ പേരിലുള്ള നന്ദി. കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഈ വർഷം ഒരു പ്രദർശനം ഇവിടെ നടന്നു. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഒരു പ്രദർശനം. അതിന് അഭിനന്ദി പറഞ്ഞു ഡോക്ടർ ലാലാദാസ് സാറാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഈ ഒരു പ്രദർശനത്തിന് നമ്മളെ സഹായിച്ച ബയോഡൈവേഴ്സിറ്റി ബോർഡിനോടും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും കൈകളിൽ വീട്ടുകളിൽ കൊണ്ട് നടാൻ വേണ്ടി കുറെ വിത്തുകൾ തന്നിട്ടുണ്ട്. അത് നാളെ മുളയ്ക്കണം. അടുത്ത വർഷം ഇവിടെ വന്ന് പറയണം, മുളച്ച വിത്തുകളെ പറ്റി പറയണം. അത് തന്ന കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനോടുള്ള നന്ദി പ്രത്യേകിച്ച് എല്ലാവരുടെയും പേരിൽ അറിയിക്കട്ടെ. മുൻ സെക്രട്ടറിമാരായ ബഹുമാനപ്പെട്ട രാജു വർഗീസ് സാറിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട കൺവീനർമാരുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛന്മാരുണ്ട്, ബഹുമാനപ്പെട്ട റബ്ബാച്ചനുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിന് ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും വീണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.